ഇതിൽ കുറച്ച് അങ്ങനെ എന്നെ പഠിപ്പിച്ച ആശാന്റെ വാതി You said he ain't never shown you real love. Friends stab you in the back and they say none. So I care for you, made you my main one. Just for you to do me way worse than they done. Meeting you, do I regret it? No I don't, but our things were different. I couldn't see what was coming, no I couldn't predict it. You were a lesson and I will not forget it. Malagaya pol vannaru chegattan ende hridayam eduthu tagarkan avannilla ninne marakan avannilla ninne varukan. Tell me why what's the reason that I think of you every time I'm breathing? Your cold heart, that thing got me freezing, but the winter time, yeah. Hey yo, what's up everybody in the chat guys, എല്ലാവർക്കും welcome back to another W stream guys. ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ എന്നല്ല, സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ലാസ്റ്റ് 2-3 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടാവും. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാൻ ഏത് നമ്മളെ അച്ചായൻ. എല്ലാവരും W അച്ചായൻ സ്പാമി ഇല്ല W അച്ചായൻ സ്പാമി എന്നിട്ട് നമ്മൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും W അച്ചായൻ സ്പാമി. ഓക്കെ, VTA മേനോട് ആടാ അച്ചായൻ GT അല്ല, അച്ചായൻ VTA എന്നാ പറയാ. GTക്ക് അച്ചായനെ VTA ഞാൻ ഗെയിം ഇത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയത്. ഓക്കെ, സ്റ്റിയർ ചെയ്ത് പഠിപ്പിക്കണം മൊത്തം. നിൽക്ക് ഇന്ന് അടിച്ച് പഠിപ്പിക്കാൻ പോയത് മൊത്തം. ഇന്ന് അച്ചായനെ അടിച്ച് ഞാൻ പഠിപ്പിക്കും, ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് വിടും. നമ്മളെ റിയൽ ലൈഫിൽ ചങ്ങായി എന്തെല്ലാം പറഞ്ഞ ചങ്ങായി എന്തെല്ലാം ആക്കിയ എല്ലാത്തിനും ഇന്ന് പ്രതികാരം വിട്ടാൻ പോയത്. ഓക്കെ, എല്ലാ ഇതിനും നമ്മൾ ഇന്ന് പ്രതികാരം വിട്ടാൻ പോയത്. ഓക്കെ, ഇന്ന് ഫുള്ള് പഠിപ്പിച്ചിട്ട് വിടും. എടാ എന്താടാ ചങ്ങായി ഫസ്റ്റ് വരുമ്പോ തന്നെ എൽ എന്ന് പറയുന്നത്. ചങ്ങായിനെ എൽ എന്ന് പറയാൻ നിൽക്കുക. ഞാൻ ഒരു കാര്യം പറ്റാത്ത ആരാ ഇടുന്നത് എല്ലിടുന്നവൻ ആരാന്ന് ആരാ അച്ചായൻ എല്ലിടുന്നത് നോക്കട്ട്. ലിറ്റിൽ റണ്ണർ. എടാ കൊച്ചു കുരിപ്പ പീക്കിരി ലൊട്ട. എടാ നിന്റെ ഉപ്പാപ്പാന്റെ വയസ്സുണ്ടോ ചങ്ങായിക്ക്? എന്നിട്ട് പറയുന്നത് എൽ മൈരൻ എന്ന് ഓൻ ടൈപ്പ് ചെയ്തത്. എൽ മൈരൻ, നിന്റെ ഉപ്പാപ്പാന്റെ വയസ്സുണ്ട് നായി. എന്നിട്ട് ഓനാട് അച്ചായൻ നിന്റെ അച്ചായൻ ചാമ്പി തന്നെ പറയുന്നത്. മലകയപ്പോൾ വന്നൊരു ജഗത്താൻ എന്റെ ഹൃദയം തകർക്കാൻ. ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. ഹേ ബ്രോ, വസ്പ ജിഷ്ണന്റെ കൊണ്ടി ചെറുതായി. എല്ലാം എടുത്തിട്ട് നോക്കട്ടെ എത്ര ആള് എല്ലെടുത്ത് എത്ര ആള് W എടുത്ത് നോക്കട്ടെ. എന്നിട്ട് അച്ഛനെ ഞാൻ വിളിക്കുന്നുള്ളൂ. ഓക്കെ, എത്ര ആള് W എത്ര ആളെ എല്ലാം എടുത്തിട്ട് നോക്കട്ടെ. MDMA അച്ചായനാ. കിരൺ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ ഫസക്ക് കെട്ടിച്ചു കൊടുത്തു ബ്രോ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ടീമാണ്. ഇവനോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തൊപ്പി സിനാനെ പറ്റി 2 വാക്ക്. സിനാനെ പറ്റി ഒന്നും പറയുന്നില്ല. ഓക്കെ, ഒന്നും പറയാനില്ല. ഓക്കെ, നീ എല്ലാം കാത്തുക്കുന്നില്ല. കട്ട് ചെയ്ത് കൊണ്ടുപോയി എന്റെ പാവ ചെക്കന്റെ ജീവിതം പോയിരുന്നു. സിനാന്ന് പറഞ്ഞൊരു ചെക്കൻ എന്നെ വിളിക്കുന്ന ഇന്നലെ ലാസ്റ്റ് ലൈവ് കണ്ടിട്ടില്ല നിങ്ങള്? ലാസ്റ്റ് ലൈവിൽ ഓർമ്മ സിനാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിട്ട് സങ്കടം പറയുന്നു. ചെക്കന് പെണ്ണ് കിട്ടുന്നില്ലല്ലോ ഇപ്പൊ. ചെക്കന്റെ ജീവിതം പോയി എന്ന് പറഞ്ഞാൽ ചെക്കൻ വീഡിയോ കോൾ ചെയ്ത് എന്നെ വിളിച്ചിട്ട് കരയുന്നടാ പാവം. ഞാൻ സിനാനെ പറയുന്നത് നിർത്തിയടാ. സിനാനെ പറയല ഞാൻ നിർത്തി. പാവ സിനാന് ചെക്കന്റെ ജീവിതം ഞാൻ കാരണം പോയത് പാവം. കാര്യം കഞ്ചാവ് അച്ചായനാ. കല്ലൻ RS ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. നാനോസൽ ആകുന്നുണ്ടോ? എടുക്കാൻ താല്പര്യമുണ്ട് അച്ചായനെ ഫസക്ക് കെട്ടിച്ചു കൊടുത്തു ബ്രോ. എന്റെ ലൈഫിൽ എന്തെല്ലാം വന്നാലോ
നിങ്ങൾ ഇങ്ങനത്തെ അല്ല ഇടുന്നത്. ഓക്കെ, ഫസി വന്ന്, നാനോ വന്ന്, എന്തെല്ലാം വന്നാലും നിങ്ങൾ അതിന്റെ നെഗറ്റീവ് പറയും. എന്റെ ലൈഫിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കും. പക്ഷെ എന്റെ ലൈഫിൽ വരുന്ന എല്ലാത്തിനും നിങ്ങൾ ഇതാക്കലുണ്ട്, എല്ലാത്തിനും നിങ്ങൾ കളിയാക്കും. ഓക്കെ, ഞാൻ ആ സെൻസിലേ ഇതും എടുക്കുന്നുള്ളൂ. ഓക്കെ, ആ സെൻസിലേ ഞാൻ ഇതും എടുക്കുന്നുള്ളൂ. ഇച്ചായ കുനിച്ചടിക്കുന്ന കുനിച്ചടിക്ക് മുഹമ്മദ് ഫാസ്മാൽ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. മുജിന് ഹായ് കൊടുക്, മുജിന് ഹായ് കൊടുക്, മുജിന് ഹായ് കൊടുക്. ഹായ് മുജന, മുജന എന്തോ ഒരു ലൊട്ടപ്പേര്, എന്തൊരു നിക്ക് അച്ചാനെ ഞാൻ കൊണ്ടുവരുന്നില്ല. ഇപ്പൊ കൊണ്ടുവരുന്നില്ല. ഇതെന്താ എല്ലാ അച്ചാന്റെ കുണ്ടിയിലടിക്കുക, അച്ചാനെ പണ്ണ്. ഇതെന്താ നോക്കി, ഇത് ചാറ്റ് നോക്കി നിങ്ങള്. ഇതെന്തല്ല പറയുന്നത് ഇവര്. ഇടക്ക് ഡബ്ല്യു അച്ചാൻ പറയുന്നുണ്ട്. അവിടെ ഞങ്ങൾ ആരും പറയാം, ചങ്ങായി സത്യം പറഞ്ഞ ഡബ്ല്യു മനുഷ്യനാണ്, സത്യം പറഞ്ഞ ഡബ്ല്യു മനുഷ്യനാണ്. മാജിദ് മുഹമ്മദ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അഷ്ഫാഖിനു ഹായ് കൊടുക്. ഹായ് അഷ്ഫാഖ്, വാട്സ്ആപ്പ് ബ്രദർ. എന്റെ നിമിത്തങ്ങള് എന്നെ ഇങ്ങനെ കണ്ടാൽ എന്റെ നബിക്ക് ഇഷ്ടമാവോ ഞാൻ ഈ എന്റെ നിമിത്തങ്ങള് എന്നെ ഇങ്ങനെ കണ്ടാൽ എന്റെ നബിക്ക് ഇഷ്ടമാവോ ഞാൻ ഈ കോലം കെട്ടി നടക്കുന്നത്? നമ്മൾ രണ്ട് സൈഡും ഷേവ് ചെയ്യുന്ന ഒരു തരം ഹെയർ കട്ടിങ്. സൈഡ് ഷേവ് ചെയ്യുക, അതിനുമേൽ മുടി നിർത്തുക, അത് ഹറാമായ കട്ടിംഗ് ആണ്. അള്ളാഹുവിന് നിന്റെ തലയുടെ മേൽ നിയമമുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കാണാൻ ഉസ്താദുമാരും ആളുകളും ഒക്കെ വരികയില്ലേ? അങ്ങനെ എല്ലാ നിയമവും കറക്റ്റ് ഏവൻ സുനിൽ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി അച്ചായനെ കുനിച്ചു നിർത്ത്. ഉസ്താദ് ആരും ചോദിക്കട്ടെ, അങ്ങനെ എല്ലാ നിയമവും കറക്റ്റ് പാലിക്കാനാണെങ്കിൽ ഉസ്താദ് വീഡിയോ പോലും ഇടാൻ പറ്റില്ല. മോണിറ്റൈസേഷൻ ഹറാമാണ്. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഡ്സ് ആണ്. ഉസ്താദാ നിങ്ങൾ ചെയ്തത് ഹറാമാണ്, അതറിയോ? എടാ സംഭവം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, സംഭവം ഇസ്ലാമിന്റെ റൂൾസ് നമ്മൾ പാലിക്കണം. ഓക്കെ, പക്ഷെ പിച്ച് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ റൂൾസും പാലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയാൾക്ക് സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കാനേ പറ്റില്ല എന്നല്ല, ഒരു അത്രയും ഇതായിട്ട് ജീവിക്കേണ്ടി വരും. മനസ്സിലായോ? അത്രയും അതാർക്കും നടക്കൂല. അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അവരൊരിക്കലും സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് ഒട്ടടക്കൂല. കേട്ടരാ കണ്ടാൽ എന്റെ നബിക്ക് ഇഷ്ടമാവോ? എന്റെ നബിക്ക് ഇഷ്ടാവോന്ന് പറഞ്ഞ മോനെ എവിടെ വന്നിട്ടാണ് ലൊട്ടടക്കുന്നത്? കണ്ട മറ്റേ ഇതിന്റെ എല്ലാം പരസ്യമാണ് നിന്റെ എല്ലാം യൂട്യൂബ്. ഉസ്താമാർ, ഞാൻ ഉസ്താമാരോട് ഒരു കാര്യം പറഞ്ഞ, നിങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നുണ്ട്. ഉണ്ണിയുടെ കുണ്ടി വലിയ കുണ്ടി, നിന്റെ കുണ്ടി ചെറിയ കുണ്ടി. നല്ല വലുതാണാ, നോക്ക ഇത് വലിയ കുണ്ടിയാന്ന്. പിന്നല്ലോ ബാക്കിൽ Tell me why you're the reason. Na 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 na. Tell me why. Hey yo, what's up everybody in the chat? Welcome back to another live stream, guys. ഇന്ന് നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാൻ, നമ്മളെ അച്ചായൻ, നമ്മളെ പ്രിയപ്പെട്ട അച്ചായൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ചങ്ങാരെ ഞാൻ കുണ്ടിക്കടിച്ച് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കും. കാരണം എന്നെ ഇരുത്തി പൊരിച്ചിട്ടുണ്ട് നാനോല്. ഓക്കെ, ചങ്ങായ എന്നെ ഇരുത്തി പൊരിച്ചിട്ടുണ്ട് നാനോ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തി പൊരിച്ചിട്ട് ആ മൊത്തം പ്രതികാരം ഞാൻ ഇന്ന് വീട്ടാൻ പോയത്. ഇന്ന് ഞാൻ GTAല് സ്റ്റെയറിംഗ് വെച്ച് ചങ്ങായിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോയത്. ഓക്കെ, ഇതാ ഇത് വെച്ച് ഹാഷീർ KS ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. നിന്റെ കൈ ഒടിഞ്ഞത് അച്ചായൻ തല്ലിയതാണോ? പോടാ അച്ചാൻ, ഞാൻ വരാൻ പറ്റേ തൊപ്പിയിലെ തല്ലിയിട്ടൊന്നും ഇടുന്നാരും പോവില്ല. കേട്ടരാ? തൊപ്പിയിലെ ആരും ഇടുന്ന് തല്ലിയിട്ട് ഈ കൊച്ചി നാരും തിരിച്ചു പോവില്ല. കേട്ടരാ? ഞമ്പന്ത് ഇവിടെ ഊമ്പായിരിക്കുന്ന അമ്മ എന്തോടാ? ഞാനോ ഓഫ് റോഡാ? അവിടെ ഇതേപോലെ ചെയ്യണം. ചെറിയ പണിയുണ്ട് വണ്ടിക്ക്, അതെല്ലാം തീർത്തിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ. അവിടെ ഭയം മാറ്റിയാലോ, ഓഫ് റോഡിൽ ലവർന്നിട്ടാലോ? ബഷ്റുൽ ഹഫി 8 ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. കുറുക്കൻ ഫറാസിന് വഴിവിട്ട് കൊടുക്, കുറുക്കൻ ഫറാസിന് വഴിവിട്ട് കൊടുക്. ഫറാസൻ ടീം
ഫറാസ് ടീം ഷെയർ ചെയ്തിട്ടോ. ആരാണ് ഓടിക്കുന്നത്? അച്ചങ്ങായിനൊന്ന് കിട്ടണമല്ലോ. ആരാണമ്മോ? എടോ എന്റെ മോൻ രവി എന്തേ? രവിയാ? എടാ മോനെ രവിയെ, അല്ല ഇത് രവിയല്ലേ, ഇത് പറയ്. അച്ഛൻ വിഷമിച്ചത്. അപ്പൂപ്പന് വിഷമിക്കല്ലേ? എടാ മകനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിടാ രവിയെ. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? നിന്നോട് കണ്ണൻ RS ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ കുണ്ടിക്ക് അടിക്കുമോ തൊപ്പി? എന്തിനു പോയടാ? എടാ മോനെ, നിന്റെ അപ്പൂപ്പ രവിയെ. അച്ഛന്റെ പേഴ്സാണാടാ മോഷ്ടിക്കണത്. എന്താടാ ബ്രോ ये क्या अपराध है? माफ की लोड़ा. എന്താടാ അച്ഛന്റെ പേഴ്സ് ആരെങ്കിലും अरे ये क्या मैंने? പോന്നേ, നിന്നെ ഞാൻ ശരിയാക്കി കളയടാ. വെറുതെ വിടൂലടാ, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ. ടൈം വേസ്റ്റ് ബ്രോ, ടൈം വേസ്റ്റ്. ആ കാര്യം പറട്ടെ. അവിടെ അല്ലെങ്കിൽ ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ മറ്റേത്. അടി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല, അല്ലാണ്ട് ഇത്രയും ഡബിങ് എങ്ങനെ ചെയ്യുവര്? മലയാളം രാജ് ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസി ആയിട്ട് GTA കളിക്ക്. ആടെ ഫസിയുണ്ട് വരും. നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞങ്ങളോട് പറയാണ്ട് നിർത്തും പോകല്ലേ? ഇത്രയും വൃത്തികേടാക്കാൻ എങ്ങനെ പറ്റുമോ? അത് കയ്യിലല്ലോ. അത് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ ഇത്രയും വൃത്തികേടാവില്ലല്ലോ ഡബിങ് ഒന്നും. അത്യാവശ്യം ഒരു ഇതുണ്ടാവില്ലടാ. ഇതെങ്ങനെയാണ് അത്രയും, അതെങ്ങനെ ആക്കുന്നവര്? എന്തോ ടെക്നിക്ക് ഉണ്ട്. ഇതെങ്ങനെ അത്രയും വൃത്തികേടാക്കുന്നത്? എനക്ക് വന്ന് ഇത് ഇവൻ കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യുന്നേ തോന്നുട്ടാ. എന്തിനു പോയടാ? എടാ മോനെ, നിന്റെ അപ്പൂപ്പന ഇതാ അങ്ങനൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ അല്ലേ? പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ അത്രല്ല. മസാലക്കുണ്ടി എടാ, മസാലക്കുണ്ടി വഴി പോയാലോ നമുക്ക്? എടാ നമുക്ക് പോയാലോ മസാലക്കുണ്ടി വഴി പോയാലോ? എന്താ പറയുന്നത്? എടാ ഒരു വ്ളോഗ് IR എടുത്താലോ നമുക്ക് പോയിട്ട്? മസാലക്കുണ്ടി വഴി ഊട്ടിയിലേക്ക് ഒരു വ്ളോഗ് എടുത്താലോ? അപ്പു ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. സിയോണിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്ക്. അച്ചായനെ കാണിച്ചു കൊടുക്ക്. ആടാ സിയോണിൽ ഓക്കെ. എടാ ഒരു കാര്യം ചെയ്യാം. സിയോണിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എന്തോ പരിപാടിയില്ലേ? സിയോണിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ശരിക്കും ടെസ്റ്റ് നടക്കുന്നുണ്ട്. GTA കയറി സിയോൺ സിറ്റി കയറിയിട്ട് അച്ചായന എന്താ പറയാ ലൈസൻസ് എടുപ്പിക്കാം. ഷഡ്ഡിയൊന്നും നിർബന്ധമല്ലടാ. ഷഡ്ഡിയില് സുന്നത്ത് അല്ല, ഷഡ്ഡിയൊന്നും ഇതല്ലടാ ഞാൻ പറയുന്നത്. ഷഡ്ഡിയൊന്നും നിർബന്ധമല്ല. ഓക്കെ, ഷഡ്ഡിയാണ് മനുഷ്യന്മാർക്ക് ജീവിക്കാം. എന്തേ എടാ ഇത് പൗലോസ് എഴുതാത്ത ഭാഗ്യം. കാരണം എടാ എനക്ക് വന്നേ. ഓക്കെ. എടാ ഇത് വെറുതെ അല്ല ഇത്. അടി നമ്മളെ ശിവൻകുട്ടിയില്ലേ, നമ്മളെ മന്ത്രി ശിവൻകുട്ടിയാണ് ഇത് സ്റ്റിക്കർ അടിക്കാൻ കൊടുത്തത്. എന്തോ മറ്റവർക്ക് സമയമില്ലാറ്റ് ഈ ശിവൻകുട്ടീന്റെ കയ്യിലാ സ്റ്റിക്കർ അടിക്കാൻ കൊടുത്തത്. ആ പണി കിട്ടിയ ഓയിൽസാ പോലീസിന് എഴുതേണ്ട എഴുതി വെച്ചിട്ട് ആരെ കൈമ ഇങ്ങക്ക് കൊടുത്തിന് സ്റ്റിക്കർ അടിക്കാൻ? ആള് മാറിപ്പോയി ഇങ്ങക്ക്. അനന്തു പ്രവീൺ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ കുണ്ടിക്ക് മാത്രം അടികിലെ ജിഷ്ണന്റെ കുണ്ടി അടിക്കുമോ പ്ലീസ്? എന്തൊരു കഴപ്പ് കയറിയ നാറികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊരു നാറികളാണിത്. ടാലന്റ് ഷോ ഉണ്ടോ? ഇല്ലടാ, ടാലന്റ് ഷോ ഇല്ല. ടാലന്റ് ഷോ അടുത്ത നോക്കാം. അടുത്ത ലൈവിൽ നമുക്ക് ടാലന്റ് ഷോ നോക്കാം. ഓക്കെ, ടാലന്റ് ഷോ അടുത്തേലും നോക്കാം.
കാരണം നമ്മളെ ടാലന്റ് ഷോനെ മെയിൻ ജഡ്ജ് ചെയ്യുന്നില്ല, മനസ്സിലാ? വിക്കിയാണ് ടാലന്റ് ഷോ ജഡ്ജ് ചെയ്യേണ്ടത്, വിക്കിന്നില്ല. മുഹമ്മദ് നാദ്രാൻ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. വലിയതിന് അണ്ടിയില്ല. ഇതിന് അണ്ടിയില്ല നീ പറയുന്നത്, എനക്ക് പണ്ടേ അറിയാനും മൊത്തം. അതൊരു ഫണ്ട് എന്നുള്ള രീതി നിങ്ങൾ എടുക്കണം. ഇത്രയും വലിയ ഇഷ്യൂ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഫുട്ബോളിനെ പറ്റി, എനിക്ക് ഈ ക്രിക്കറ്റും ഒക്കെ, ഈ ഫുട്ബോളിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഈ നെയ്മർ എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി ഇത്രയും വലിയ ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. നേരെ നാ ഉയർത്തിയാൽ കൊലയാടി മാളെ അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടി. ഇവിടെ ബാറിലെ ഡാൻസർ ഇൻസ്റ്റാഗ്രാം നോക്കാം. എന്ത് ഇവിടെ ബാറിൽ ഡാൻസ് വീഡിയോസിൽ എത്തുന്നത് ഇങ്ങനെ ഹാഫ് ടൗസ് ഇട്ട് കുറെ മുടിയും വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഒരോളം ഇതും കുലുക്കിയിട്ടുള്ള വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. നായിന്റെ മോളത് അത് ഞാൻ എന്തുകൊണ്ട് ടിക്ടോക്കിൽ ഇടുന്നില്ല, ഒരു പെണ്ണായതുകൊണ്ട്. അസ്ലാം ആസം ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ, തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ, തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ? അടേ ജാസിനോട് ചോദിക്കും, ഞാൻ കാര്യം പറയാല. ആരാണ് അത് ഡൊണേറ്റ് ചെയ്തത്? ആരാണ്? എടാ മോനെ നീ ജാസിന്റെ അടുത്ത് പോയി ചോദിക്കും. നെറില്ലാത്ത ആളല്ല ഞാൻ, മനസ്സിലായ? ഓളെ കല്യാണം കഴിഞ്ഞ ഓൾക്ക് 15 വയസ്സായ കുട്ടികളുണ്ട്. 15 വയസ്സായിട്ടുണ്ടാവും. 18 വയസ്സായ കുട്ടീൻ്റെ ഓൾക്ക്. ഓളെ കല്യാണം കഴിഞ്ഞിട്ട് 18 വയസ്സായ കുട്ടി. സ്വന്തം അച്ഛനെ രണ്ടാം അച്ഛനെ പോയിട്ട് എന്താണ് കിടന്നോട്ട കേസിയാണ് ഓള്. അതല്ലേ ഓളെ പ്രതീക്ഷിക്കാവൂ. അതിട്ട് ഞാനും പറയുന്നേ, ഓളറിയില്ലേ നമ്മളെ മറ്റേ അപ്പുറത്തെ ഇവളെ മോള് മുഹമ്മദ് ഫർഹാൻ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ, തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ, തൊപ്പിടെ കുണ്ടി എനിക്ക് തരുമോ? ഒരു ഷെട്ടി ഉണ്ടല്ലോ, ഷെട്ടി ഒരു ഷെട്ടി മോള് ഓളന്നെ. എടാ എനിക്കറിയില്ലേ, അപ്പുറത്തെ സൈബുവിന്റെ മോള് ഒളിച്ചോടിയൂലു. എന്തോണേ മുഹമ്മദ് ആഷ്മൽ സി പി ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. ഹൈ ബ്രോ. ഷെട്ടിമോൾ ബാറിൽ വർക്ക് ചെയ്യുന്ന, ബാറിലെ മാനേജർ ഷെഡ്ഡി, മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഷെട്ടിമോള്. ജാസിമോൾ തല കൂളാൻ ജാസിമോൻ കൂളാൻ. അല്ല സോറി, മോനിന്നാ പറഞ്ഞത്. ജാസിമോള്. ഓക്കെ, ജാസിമോള്. അള്ളാന്റെ മോനതാ ഷുക്കൂറിന്റെ അഷ്റഫിന്റെ മംഗലം. നിങ്ങൾ പോയില്ല ഷുക്കൂറിന്റെ അഷ്റഫിന്റെ. റബി ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നിന്റെ പല്ലിന് ഒരു ചേഞ്ച് ഉണ്ടാകുമോ? ഷുക്കൂറും അസ്പാദ് എന്താണ്? ഷുക്കൂറും അസർപ്പും വിവാഹിതരാകുന്നു. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ? ഇത് അജ്മലല്ലേ? ഓ എനക്കറിയാം ഇവന്റെ പേര് അജ്മൽ. ഇവന്റെ പേര് മിക്കവാറും അജ്മൽ എന്നായിരിക്കും. ഇവന്റെ വിചാരം ഇവനാണ് മെയിൻ ക്യാരക്ടർ എന്നാണ്. ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ഇവനാന്ന് ഇവന്റെ വിചാരം. നിന്റെ കരിക്കുണ്ടി കാണിച്ചു തരുമോ? ലൈസൻസിന്റെ റൂൾസ് എല്ലാം മാറ്റുന്നല്ലേ? ഇത് ഞാൻ കുറെ കഷ്ടപ്പെടും കേട്ടോ ലൈസൻസ് കിട്ടാൻ വേണ്ടി. 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിയൊരു ഉമ്മ തരുമോ? വണ്ടി ഓടിക്കാന്നുള്ള വണ്ടിയെ കൈകാര്യം ചെയ്യാൻ ചങ്ങായി ഞാൻ ഇന്ന് പൊരിക്കും കേട്ടോ. ചങ്ങായി ഞാൻ GTA ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ചങ്ങായിട്ട് പൊരിക്കും. देखो देखो कैसी बातें आएंगी
साथ पढ़े साथ नामी क्या इतनी आसान है देखो देखो जैसे मेरे इरादे वैसे कहाँ तेरी यादें हार कितनी नादानी में मेरे उसने के अलावा कभी दिल भी मान लो ना हर पल में मैं पिघल जाऊंगा अब ऐसा ना करो ഇഷ്ടമുള്ളൊരു പാട്ടേനോട് ആരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടേനോട് ഇത് ഞാൻ ഇപ്പൊ കേൾക്കുന്ന പാട്ടേനോട് എന്തിനാണ് നശി മുഹമ്മദ് ബെബൻഷൻ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. നിക്കവളോവ് പുതിയ വീഡിയോ നോക്കിട്ടു. ഡബ്ല്യു മനുഷ്യൻ അപ്പി ഒരു ഓമ തരുമോ? देखो देखो ये जमाने से तक कर आते मसूम बन कर तेरे लिए मैं क्या हूँ എല്ലാം പൊട്ട് ആരാ പറയാൻ പോന്ന്? ആരാ അവനോട് പറയാൻ പോന്ന്? ആരാ ഇവനോട് പറഞ്ഞു കൊടുക്കാൻ പോന്ന്? ഇവന്റെ വിചാരം ഇവൻ നല്ലൊരു പാടുന്നുണ്ട് അങ്ങനെ എന്തോ ആണ്. ആരാ പറഞ്ഞു കൊടുക്കാൻ പോന്ന്? ഞാൻ പറയില്ല എടാ ആരാ ഇവനെ പറഞ്ഞു മനസ്സിലാക്കുക? ആരാ ഇവനോട് പറയാൻ പോന്ന്? എടാ എനക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പോയി പറ. എനക്കറിയില്ല ആരാ പറയാൻ പോകുന്ന. ബെറ്റി ജെറൂൺ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ലവ് യു ബ്രോ. ലവ് യു ടു ബ്രദർ. കോൾ ജാസി ജാസിയില്ലേ? ഞാൻ പറയട്ടെ ജാസിയിലില്ലേ? ജാസി നമുക്ക് സ്ട്രീമിൽ കൊണ്ടുവന്നാലോ? എന്ത് പറയുന്നത്? ജാസിനെ സ്ട്രീമിൽ കൊണ്ടുവന്നാലോ? എന്ത് പറയുന്നത്? ചാറ്റ് ജാസിനെ സ്ട്രീമിൽ കൊണ്ടുവരാം. ഏതാ തുടങ്ങുന്നുണ്ട് കോൾ വരാന്നോണ്ട് എന്റെ പിരാന്ത്. സന സെനു ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നീ ചാടി കളിക്കാമോ? സിനാന്റെ ആഗ്രഹമാണ്. ചാടി കളിക്കാനാ? ചാടി എടാ ഇത് ഞാൻ ഓക്കെ എടാ ഞാൻ അന്ന് സ്ട്രീമിൽ എടാ അന്ന് നമ്മളൊരിക്കൽ സ്ട്രീമിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ ഓർമ്മണ്ടാ? അന്നൊരു ദിവസം യൂട്യൂബ് സ്ട്രീമില് കൊണ്ടുവരാന്ന് പറഞ്ഞ ഓർമ്മണ്ടാ? അങ്ങനെ ഞാൻ ഇവന് മെസ്സേജ് അയച്ചതാ. പിന്നെ ഞാൻ ഇവന്റെ ഇത് നോക്കാൻ മറന്നുപോയി. ഇവനെന്തെല്ലോ മെസ്സേജ് അയച്ചിട്ടുണ്ടാ? ഹലോ എന്റെ ഡൗട്ടാണ്. ഹലോ തൊപ്പി ബ്രോ, ഇത് നീ ചെയ്യുന്നതാണോ അതോ നിന്റെ ഫേക്ക് അക്കൗണ്ട് ആണോ ഇത്? ഹലോ തൊപ്പി, നീ എന്താ കേട്ടിട്ട് റിപ്ലൈ തരാത്തെ? ഇത് നിന്റെ അക്കൗണ്ട് ആണോ അതോ ആൽബർട്ട് സാബു ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനുള്ളത് കൊണ്ടാണോ ഷടി ഇടാതെ? നിന്റെ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? ഈ ചങ്ങാനോട് ആരോ പറഞ്ഞു കൊടുക്കരുത് ഇതൊന്നും. ഞാൻ എന്റെ ജാസി, എന്റെ പൊന്ന് ജാസി, ഇതല്ല ഞാൻ പറയട്ടെ. ഞാൻ ഏതെങ്കിലും വീഡിയോയില് വേറെ ആരെങ്കിലും റിയാക്ട് ചെയ്ത കഷ്ണം ആരെയും കട്ട് ചെയ്യും, എന്നിട്ട് നിന്റെ വീഡിയോന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. എഡിറ്റിംഗ് എന്നാണ് അതിന് പറയാ. 2024 എനിക്ക് അറിയോന്നറിയില്ല. എഡിറ്റിംഗ് എന്നാ അതിന് പറയുക. ഹലോ എന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. ഇപ്പം രാത്രിയില് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാത്രി അൺനോൺ റെസ്ക്യൂ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിന്റെ മുഖത്ത് എന്തോ വെള്ള സാധനം പറ്റിയിരിക്കുന്നു. മുഖത്തൊന്നുമില്ലല്ലോ. കണ്ടോ? എന്തരി അത് നിർബന്ധമുള്ള കാര്യമാണ്. എന്റെ ഉപ്പാക്കും ഇതേപോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും ഈ നായനവൻ ഇഷ്ടാ? നമുക്ക് തീരെ ഇഷ്ടമല്ലടാ. ഞാൻ പറഞ്ഞല്ല. ഞാൻ ഇത് വേറെ ആരെയോ കുറിച്ച് പറഞ്ഞ ഈ നായനോമന് ഇഷ്ടമല്ലാന്ന്. വേറെ ആരെയോ കുറിച്ച് പറഞ്ഞ കഷ്ണം എഡിറ്റ് ചെയ്ത് ജാസിന്റെ വീഡിയോന്റെ മുകളിൽ കട്ട് ചെയ്ത് ഇട്ടതാണ്. എടി ചങ്ങായനോട് നമ്പർ ചോദിക്കാം. ലൈവില് വരുന്ന ചോദിച്ചാലോ? കോൾ അവിടെ കോൾ ചെയ്ത് നോക്കണോ? അതിന്റെ ഇത് കോൾ ചെയ്താലേ കോൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് നോക്കുക. ജാസി കോൾ എടുത്ത്. ഹലോ, 4 സെക്കൻഡ്.
വിഷ്ണു അശോക് ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. ഇന്ന് നല്ല മോനാണല്ലോ, ഒന്ന് ചിരിക്കാമോ? അല്ല ആരാ നായി? എത്ര നേരം വിളിക്കുന്നത് നായിന്റെ പോലെ? നിന്റെ ഉപ്പയാത്തിന് അമ്മായി അള അതാണ് ഞാൻ മൂക്കിൽ അടിച്ച് പൊട്ടിക്കാൻ നീ കൊറേ സമയായി. എന്തല്ലി അറിയാ ആരാ നിന്റെ ഉപ്പേ ജാസി? ഓ ജാസിന്റെ മോനാ? എടാ എന്നാ എടാ നീ ജാസിന്റെ മോനേനോ? എന്നാ പിന്നെ പറയണ്ട അതെന്നെ ജാസിന്റെ മോനാന്ന് പിന്നെ അതെന്നെ പറയണ്ട മോനെ. ഞാൻ തരില്ല. എനിക്കെന്താ വേണ്ട ജാസിന്റെ മോനെ? പറ എന്താ ജാസിന്റെ മോനിക്ക് എന്താ വേണ്ട പറ. എന്തേ അതിന് ഞാൻ എന്താക്കണ്ടേ? നീ കണ്ണൂരാ പൂറ്റൂറ നീ ഏത് മൈലെങ്കിലും ആടാ നായി. നീ എന്തിനാ എന്നെ സ്പാം കോൾ ചെയ്യുന്ന നായിന്റെ മോനെ? നിനക്കൊരു നാണവും മാനവും ഇല്ലടാ നാറി. അന്ന് ഇഷ്ടപ്പെട്ട് നട കുണ്ടാ. കാണാൻ പാ ഞാൻ ഇവിടെ എറണാകുളത്തുണ്ട്. വാ കാണാൻ പാ. ആ ഗുണ്ടല്ല നീ കുണ്ടിരിക്കുവാ. നീ കാണാൻ പാ, ഞാൻ നോക്കട്ടെ നിന്നൊന്ന് കാണണം എനിക്ക്. വാ നീ. എനിക്ക് മുട്ടാൻ മണി പോലും ഇല്ലാത്തവനല്ലടാ നീ. മുട്ട മണി ഉണ്ടാടാ സ്വന്തമായിട്ട് നിൽക്കുക. എനിക്ക് നിന്നോട് മുട്ടാൻ പറ്റൂല. നീ ആരടാ നീ? എന്താ നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? ഒരു മിനിറ്റ്, നിന്റെ പേരെന്താ? ഫാസില. അട നിന്റെ പേര് കേട്ടാ. ജ്യോതി ലക്ഷ്മി ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നാളെ എന്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു വിഷ് തരുമോ? Hey, happy birthday Jyoti Lakshmi. Many happy returns of the day sister. എടാ പോടാ വെച്ചിട്ട്. ആ പറ. ആ കൊച്ചിയില് വാ കാണാം. ആ മുട്ടാനാവൂല. ഓക്കെ ശരി ബൈ. റബി ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അണ്ടിയുടെ സൈസ് എത്രയാ? സൈസ് അറിയാമല്ലോ. എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യാൻ പോയത്. വിളിക്കുന്ന എല്ലാത്തിനും ബ്ലോക്ക് കിട്ടും. ഞാൻ കാര്യം പറയല. നമുക്ക് ജാസിനെ വിളിച്ചോക്കല. അമൻ ഫർഹദ് ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നീ വിർജിൻ ആണോ? സത്യം പറ. വിർജിൻ അല്ലെങ്കിൽ ഇതുവരെ എത്ര കളി കിട്ടി? എടുക്കൂല. ഹലോ വിളിച്ചോണ്ടിരിക്കല്ല, ഓടിയോ കേൾക്കാൻ പറ്റില്ല. ഹലോ ജാസിമോളെ ഞാൻ ഞാനല്ല ഫാൻ പേജാന്ന് ഞാനല്ല. എന്തൊരു നാറിയാന്നറിയ. എന്തൊരു നായാണ് നീ നായി. എന്റെ ഫോൺ എന്തുവായി സ്ക്രീന്. വെള്ളം തൂറിച്ചാവൂടാ, കുണ്ടി പൊട്ടിച്ചാവൂടാ നീയല്ലോ അജാസ് നായി. കുണ്ടി പൊട്ടിച്ചാവൂടാ നീയല്ലോ, നാണും മാനും ഇല്ലാത്തവനല്ലോ. ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നായിന്റെ മോനെ നിനക്ക് ഞാൻ കൊന്നാലും ഫസിനെ കെട്ടിച്ചു തരൂല, നീ കണ്ടോ? നിന്റെ ഉപ്പയാ പറയുന്നേ.
എന്താ? ഓ എടാ എടാ പോടാ. ഞാൻ വിചാരിച്ചു പട്ടത്ത് നായിന്റെ മക്കള് ഇത് എന്തെല്ലാം നായിക്കടാ, ഇത് സൈക്കോ. ഉപ്പാന്റെ പേരോട്ട് തൊപ്പിന്റെ ഉപ്പാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ. എടാ ഓൻ സൂപ്പർ ചാറ്റ് ചെയ്ത പേരാണ് തൊപ്പിന്റെ ഉപ്പാന്ന്. എടാ എന്തൊരു അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിണറായിയുടെ ഈ നെറുകെട്ട ഭരണത്തിനെതിരെയാണ് ഞങ്ങൾ എന്തായാലും സമരമായിട്ട് മുന്നോട്ട് വന്നേ. പിണറായി പിന്നെ എന്തോ ചെയ്തല്ലേ? ഇതുപോലെ പലയിടങ്ങളിൽ ഇനി പിണറായി വിജയൻ എവിടെ വരുന്നോ അവിടെ എല്ലാം ഞങ്ങൾ കരിങ്കൊടിയായിട്ട് പോകും. അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ തല്ലി അടിച്ചമർത്താമെന്ന് ഇവര് സ്ത്രീകൾക്കൊരു ഇതില്ലാലോ ഈ ഗവൺമെന്റ്. കാരണം പിണറായി വിജയൻ പരട്ടച്ചങ്കൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഈ 7.5 വർഷം കൊണ്ട് ജനം പൊറുതിമുട്ടി ജീവിക്കാനോ സാധാരണക്കാർക്ക് ജീവിക്കാനോ ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനോ. മുഹമ്മദ് ഫെബൻഷൻ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. മിക്ക വ്ലോഗ്സ് വീഡിയോ നോക്ക് തൊപ്പി. ഡബ്ല്യു മനുഷ്യൻ. ജീവിക്കാനോ സാധാരണക്കാർക്ക് ജീവിക്കാനോ ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനോ ഞങ്ങളുടെ ആവശ്യങ്ങള് ഈ സർക്കാർ കയറി ഇതുവരെയും ട്രാൻസ്ജെൻഡേഴ്സിന് പല ബഡ്ജറ്റുകളിലും പറയും ലക്ഷങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, കോടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറാ സർജറി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് പോലും റീഫണ്ട് കിട്ടാതെ, അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ പലർക്കും വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഒരാൾക്കല്ലാതെ, അത് അവരുടെ വാലെ തൂങ്ങി നടക്കുന്ന ഒരാൾക്കല്ലാതെ വേറെ ആൾക്കും. നല്ല കാര്യം പിണറായി ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്ത്. ഡബ്ല്യു പിണറായി അനുവദിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് രൂപീകരിച്ചു. അതും എല്ലാം CPM-ന്റെ വാലെ തൂങ്ങി നടക്കുന്ന ആളുകളെ മാത്രം വെച്ച്. ഇത് ജനാധിപത്യ രാജ്യമല്ല, രാജാവിന്റെ ഭരണമാണ്. പിണറായിയുടെ പുറകെ നടക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് വരാൻ പറ്റുന്നത്. ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിനക്ക് ഒരിക്കലും ലൈസൻസ് കിട്ടൂല, ഉറപ്പാ. നോക്കാം ലൈസൻസ്. നിക്ക് 1 മാസം. ഓക്കെ, 1 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുത്തതാ. ഇങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുതരും. പോരാ കൊണ്ടുതരും. ഓക്കെ, സംസാരിക്കുന്നവർക്ക് ജീവിച്ചാൽ മതി എന്നൊരവസ്ഥയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അത് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയന് പറ്റില്ല എന്ന് തന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസും അതുപോലെ ഇന്റർനാഷണൽ കോൺഗ്രസും ഒപ്പം ചേർന്ന് ഞങ്ങൾ പറയുന്നു. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്? അതെന്ത് കോൺഗ്രസ്? അങ്ങനെ ഒരു കോൺഗ്രസ് എല്ലാം ഉണ്ടാ? അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നേ. അതെന്ത് സംഭവം? ഞാനൊന്ന് റീച്ചായി അവളെന്റെ ഫാനായി പിന്നങ്ങ് ചാറ്റായി. മനു അഖിൽ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. എന്റെ ഫ്രണ്ട് സൈഫിനെ കുറിച്ച് ഒരു സോങ് പാട് തൊപ്പി. ഞാനൊരു പാവായി, നീ മൊത്തം ഷോയായി, ബിസി ചാറ്റായി, ഒന്നുകൂടെ പ്ലേ ആയി, ട്രൂത്ത് ഓർ ഡെയർ ആയി, കൊടുക്കത്ത കളിയായി. എന്റെ കൂടെ ക്രഷ് അടിച്ചളിയാ, നോട്ടൊരു പീസ് വന്നളിയാ. മൈര് ലിറിക്സ് ആണ് ഇത്. ഇത് എന്താണെന്നാ ഇത്? ആറ്റ് നോറ്റൊരു പീസ് വന്നളിയാന്നാ ഇത്? പണിന്ന് നേരമയളിയ ഊമ്പിക്കാൻ അവക്ക് നേരമയളിയ. ഇവന്റെ അടുത്ത പാട്ടിൽ ഇവന്റെ ലിറിക്സ് എങ്ങനെ ആയിരിക്കും അറിയാം? ലോ താക്സ് ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നിവേദന നിന്നെ പണ്ണണം, നിവേദന നിന്നെ പണ്ണണം, നിവേദന നിന്നെ പണ്ണണം, നിവേദന നിന്നെ പണ്ണണം. നിവേദന ആണെങ്കിൽ ഒരു കൈ നോക്കിയാലും ഈ ചൊറി പിടിച്ച നിവേദന ഒന്നും കടന്നു കൊടുക്കാൻ എനക്കുണ്ടായില്ല. ഞാൻ കാര്യം പറയാല. ഇതെന്ത് എന്തൊരു ഇത് കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഷൈൻ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. ഉജ്വലിന്റെ ഉപ്പാക്ക് ഹായ് കൊടുക്ക്, ഉജ്വലിന്റെ ഉപ്പാക്ക് ഹായ് കൊടുക്ക്, ഉജ്വലിന്റെ ഉപ്പാക്ക് ഹായ് കൊടുക്ക്. ഹായ് ഉജ്വലിന്റെ ഉപ്പ. നിങ്ങളെ മോനിക്ക് ഒരു പെണ്ണ് എത്തിച്ചു കൊടുക്കും. പാവ ഉജ്വല് ഇങ്ങനെ നാണവും മാനും ഇല്ലാണ്ട് മറ്റുള്ളവരെ കളിയാക്കി നടക്കുന്നുണ്ട് ഇങ്ങനെ. ഡിസ്കോഡ് റിയാക്ഷൻസ് യൂട്യൂബ് അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് ഓക്കെ. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. 2 ആൾക്കാർ 2 മോഡറേറ്റേഴ്സിനെ സെറ്റാക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, യൂട്യൂബിൽ തന്നെ ഇടക്കിടക്ക് വീഡിയോസ് വരും. ഞാൻ ഇപ്പൊ ഇവിടെ ലോക്കൽ ചെയ്യുന്ന ലൈവ് തന്നെ അവർ കട്ട് ചെയ്തെടുത്ത് യൂട്യൂബിൽ ഇട്ടോളൂ. ഓക്കെ, ഇടക്കിടക്കായിട്ട് വന്നോളൂ. दोस्तों, आज कॉलेज का आखिरी दिन है और आने वाली जिंदगी के लिए सभी ने कुछ न कुछ सोच रहना है. पापा कहते हैं बड़ा नाम कर. ആൽബർട്ട് സാബു ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി കക്കൂസിൽ നിന്ന് ഒരു ഐറിൽ ചെയ്യാമോ? काम करेगा मगर ये तो
कोई न जाने हे मेरे मंजिल है कहा पापा कहते हैं पापा की परी काम करेगा बेटा हमारा ऐसा काम करेगा मगर ये तो ചങ്ങായിക്കുണ്ടാവില്ല ആഗ്രഹങ്ങള് कोई न जाने ए मेरे मंजिल है कहा बेटी हो मिलके सब यारा अपने सबको मिले കല്ലുവിള अरमाया है ഇതെന്ത് ഇയാളെ വരുന്ന ശിബു കല്ലു വിള അല്ലേ? ആ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാൾ മഹാമത് സഫീർ ഡൊണേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ എനിക്ക് അവൾ എസ് പറഞ്ഞു ഞങ്ങളുടെ മംഗലത്തിന് നീയും ഫസിയും വരണം. ഓ കൺഗ്രാറ്റുലേഷൻസ് ബ്രദർ. ഹലോ തൊപ്പി, ആരാണ് എന്താണ് തൊപ്പി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേ? എന്ത്? ഹലോ പൈസ കിട്ടോടാ? ഡിസ്കോഡിൽ എങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നേ? ഡിസ്കോഡില് എന്റെ യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഡിസ്കോഡിന്റെ ലിങ്ക് ഉണ്ടാവും. ഡിസ്കോഡ് ജോയിൻ ആവുക. അതിന്റെ ഡിസ്കോഡില് അതിലിങ്ങനെ വീഡിയോ ഇടേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ട്രോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ട്രോൾസിൽ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. താങ്ക് യു ബ്രോ. ഈ അല്ലാതെ ഈ കുറെ അമ്മമാര് വിളിക്കുമല്ലേ കുണ്ട വർത്താനം പറയാൻ വേണ്ടി, അതിനെ വിളിച്ചല്ല കേട്ടോ. ഓക്കെ താങ്ക് യു ബ്രോ. താങ്ക് യു. ഒരു നാറി വിളിക്കുന്നുണ്ട്, ഞാൻ കൊടുത്തില്ല. ലവ് യു ടു ബ്രദർ. എന്താടാ നാറി, എന്താണ് നിനക്ക് വേണ്ടത്? ആ പോരാ, നന്നായില്ലേ? നിന്റെ നമ്പർ ലീക്ക് ആവണോ? നീയല്ലോ, നിനക്കെല്ലാം അറിയില്ല ഞാൻ ലൈവാന്ന്. നീ എല്ലാം അറിഞ്ഞും കൊണ്ട് വിളിക്കുന്നല്ലേ? അതാ കറക്റ്റ് മുന്നിൽ വന്നിട്ടാ ജാസി, കറക്റ്റ് മുന്നിൽ വന്നിട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. എൻഷാദ് അൻസു ഡൊണേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പിക്കുണ്ട നിനക്ക് ഫസിനേക്കാൾ ചേരുന്നത് ജാസി മോളാണ്. നീ സത്യസന്ധമായ കാര്യം നീ സത്യസന്ധമായ കാര്യങ്ങളെ പറഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന മറുപടി അറിയാം. നീ നാട്ടിൽ പോയപ്പോ, കൊറോണ മുമ്പ് നാട്ടിൽ പോയപ്പോ നീ എന്തിന് ആ പെണ്ണിനെ നിക്കാഹ് ചെയ്തു? പറ. നിനക്ക് ഹോർമോണിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ആ പെണ്ണിനെ കല്യാണം ചെയ്തു? ജാസിന്റെ കല്യാണം കഴിഞ്ഞത് ആദ്യം അതുകൊണ്ടാണല്ലോ ഞാൻ പോയിഞ്ഞത്. അതെനിക്ക് നീ പറയേ, അതിന് മറുപടി പറ. നിനക്ക് അറിയില്ല എന്റെ ഹോർമോൺ ഉണ്ടെന്ന്? നീ ആ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ ആൾക്ക് അറിയില്ല എന്റെ ഹോർമോൺ ഉണ്ടെന്നുള്ളത്? ലോ താക്സ് ഡൊണേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നിവേദിന്റെ നല്ല വെള്ളക്കുഞ്ഞയാണ് ബ്രോ, നല്ല കളിയാ. എന്താ ഇത് മരയോന്ത? ഇതെന്താന്ന് ഓന്ത് മൂടത്തി, ശരിയായ ഓന്ത് മൂടത്തി. അട ഇതെന്ത്? അട ഞാനല്ലേ ഇത്? എന്താടാക്കി വെച്ചിട്ട് അറിയണേ? നീ ഇത് കണ്ടാ നിന്റെ എല്ലാ സങ്കടവും മാറും. അക്ബർ വിയാൻ ഡൊണേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അഫ്രാസിനും അഫ്രാസിന്റെ വാപ്പാകും ഒരു ഹൈ കൊടുക്കുക. ഹായ് അഫ്രാസിന്റെ വാപ്പ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകാരൻ? എന്റെ കൈ പോയതാണ്. നായിന്റെ നോക്കണം. ഇതെന്തൊരു
എടാ ഒരു ദിവസം തീർന്നു കിട്ടാൻ എന്തെല്ലാം അനുഭവിക്കണോടാ നായിന്റെ മക്കൾ. റിഷാദ് NC നാറി, നീല തീട്ടാൻ പറ്റി ചാവടാ, നീല കുണ്ടി പൊട്ടി ചാവടാ നാറി. നാണും മാനും ഇല്ലാത്തവന്. ഒരു രോഗിയായ മനുഷ്യനെ നീ Anuj donated 5 രൂപ through Google Pay. Love you bro. ഇതായിരിക്കും റിഷാദ് NC. ഓനെ കണ്ട ഇതാണ് റിഷാദ്, എനക്കറിയാം. എനിക്ക് 2 മക്കളുണ്ടല്ലോടാ, താടിയും മൂശിയും വെച്ചിട്ട് 10th ബിയിലിരിക്കുന്നത് കള്ളക്കളവ. കള്ളക്കളവ യൂണിഫോം ഇട്ട് പഠിക്കാറിയില് 10-45 വയസ്സുണ്ടല്ലോടാ മാറി പഠിക്കാറിയില് 10th ബിയോല്. എടാ ആറാട്ടെണ്ണം വിളിക്കുന്നു, ആറാട്ടെണ്ണ. ഹലോ ആറാട്ടെണ്ണ, കൊറേ കാലായില്ല, എന്തല്ല എന്തേ? തൊപ്പി ഒരു റൊമാൻറ്റിക് മൂഡിലാന്നാ? ഞാൻ കണ്ടില്ല ഏടെ ഇട്ടത് കാണട്ടെ. എന്ത് ആക്റ്റീവ് അല്ല? ആക്റ്റീവ് ഒന്നല്ല, പണ്ടത്തെ അത്ര ആക്റ്റീവ് അല്ല, ആക്റ്റീവ് ആക്കാം. അതെല്ലാം കൂടെ ഏടെയാന്ന് നിങ്ങൾ. ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. അർഷാദിന്റെ അണ്ടി ചെറുതാണ്, വലുതാവാൻ എന്ത് ചെയ്യണം? അർഷാദിന്റെ അണ്ടി ചെറുതായി എന്നോട് എന്തിനാണ് വന്ന് പറയുന്നത് നാറി? ഇതെന്തിനാ എന്നോട് വന്ന് പറയുന്നത്? ഈ നാണും മാനില്ലാത്തവന്മാര് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ഒരു തീട്ട ഇതിലാന്ന് ഞാൻ പെട്ടുപോയത്. ഇവർ ഇടക്കിടക്കെ വന്നിട്ട് എന്തെല്ലാം വൃത്തിയേടാന്ന് അറിയൂടെ വന്നിട്ട് പറയുന്നത്. ഞാൻ ലൈവാ. കേക്കാം. ഓക്കെ ബ്രോ, ഓക്കെ. ചങ്ങായി ഇടക്കിടക്കെ വിളിച്ചില്ല. തൊപ്പി പഴയ പോലെ ഇതാക്കി വരണം. തൊപ്പി എന്താ പഴയ പോലെ ആക്റ്റീവ് അല്ലാത്ത, പഴയ പോലത്തെ ആക്റ്റീവ് അല്ലാത്ത. എന്നോട് ഒരു 6 മാസമായിട്ട് ഇയാൾ ഇതന്നെ പറയുന്നത്. എന്നെ പരിചയപ്പെട്ട കാലം മുതൽ ഇയാൾ എന്നെ കണ്ടപാട് ഇങ്ങനെ പറയാ, ഇങ്ങനെ പറയാ. മെസ്സിയും സംഘവും കേരളത്തിൽ പന്തു തട്ടും. അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിൽ 2025 ഒക്ടോബർ മാസം 2 സൗഹൃദ മത്സരങ്ങളാണ് കളിക്കുക. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി കായിക മന്ത്രി ഓൺലൈനായി ചർച്ച നടത്തി. അടുത്ത വർഷം 2025 ഒക്ടോബർ മാസം മെസ്സിയും സംഘവും കേരളത്തിലെത്തും. കേരളത്തിലെ ടീമുമായിട്ട് 2 സന്നാഹ മത്സരങ്ങളാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീം കളിക്കുക. എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചിരിക്കുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ പ്രതിനിധികളായിട്ടുള്ള അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ റിലേഷൻ ഹെഡ് പാബ്ലോ ഡയസുമായിട്ടാണ് ഓൺലൈനായിട്ട് കായിക മന്ത്രിയും. ഇത് ഞാൻ IR ചെയ്യുമ്പോ ലൈവ് ചെയ്യുമ്പോ നിക്ക്. എടാ ആ കളി നമുക്ക് എന്തായാലും ലൈവ് ചെയ്യണോടാ. ആ കളി എന്തായാലും ഞാൻ ലൈവ് ചെയ്യും. ഞാൻ കാര്യം പറയാം, ഞാൻ ഫുൾ സെറ്റാക്കി ക്യാമറയിൽ ലൈവ് ചെയ്തേ. ആ കളി ഓക്കെ മൊത്തം ലൈവ് പറ്റുക. മെസ്സിനെ മീറ്റ് പറ്റൂടാ. നിനക്ക് ആരൊക്കെ വന്നിട്ടായാലും ആരൊക്കെ വന്നിട്ടായാലും ഞാൻ ലൈവ് ഇടും. ഞാൻ മെസ്സിന്റെ അടുത്തേക്ക് എങ്ങനെ ഓടി എത്തോടാ. ഞാൻ കാര്യം അച്ഛൻ എവിടെ? 2025 ഒക്ടോബർ മാസം കേരളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള അർജന്റീനിയൻ ഫുട്ബോൾ ടീം കേരളത്തിലെത്തി 2 സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കും. ഇത് സീനായിരിക്കും കേട്ടോ. കേരള ടു നേപ്പാള് നാനോ കാറിൽ പോയ ഒരു ഫാമിലിന്റെ കൂടെ നമ്മൾ ഇന്നുള്ളത് കേട്ടോ. ഈ വണ്ടിയിൽ അവർ പോയി വന്നത്. അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ ഇവരോട് തന്നെ ചോദിക്കാലോ മൂസേ. നമ്മള് വണ്ടി പറയുന്നത് വലിയൊരു സംഭവം കേട്ടോ. കാരണം നാനോ കാറിൽ എന്തുകൊണ്ട് നാനോ കാർ തിരഞ്ഞെടുക്കാൻ കാരണം? നാനോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാനലിന്റെ പേര് എനിബഡിക്കാൻ തോന്നല്ലേ. അതെ അപ്പൊ ആർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം കേട്ടോ. ഇവരുടെ ചാനലിന്റെ പേര് തന്നെ അതാണ്, ആർക്കും ചെയ്യാൻ കഴിയും എന്നുള്ള സംഭവം. പോയാലോ? സാനോ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നിന്റെ ഉപ്പപ്പെട്ടു, തൊപ്പി നിന്റെ ഉപ്പപ്പെട്ടു, തൊപ്പി നിന്റെ ഉപ്പപ്പെട്ടു. നമുക്ക് പോയാലോ? ഓ ഇതിന്റെ ഉള്ളിൽ വലിയ സെറ്റപ്പ് ആണല്ലോ. ഇതൊക്കെ എന്താണ് സംഭവം? ചാർജ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഇങ്ങോട്ട് മടക്കൂലേ? അടിപൊളിയായല്ലോ. ഇങ്ങോട്ട് നോക്കിയപ്പോ ബെഡായിട്ടോ. ഈ തുണി വെച്ചിട്ട് ഈ സൈഡ് മൊത്തം മറയ്ക്കും. അപ്പൊ പിന്നെ പുറമേന്നുള്ള ആരും കാണൂ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും നാനോന്റെ ഉള്ളിൽ ഇത്രയും സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഇതിങ്ങനെ നാനോന്റെ ഉള്ളിൽ
പോടാ. ഗ്യാസ് ഊറ്റി ഒക്കെ കാര്യങ്ങള് സ്റ്റവ് ഇവിടെ ഉണ്ട്. സ്റ്റവ് അവിടെ ഉണ്ട് അല്ലേ? അതായത് നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് നമുക്ക് ലാഭിക്കാം. അപ്പൊ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ. ഡബ്ല്യു ഫ്രണ്ട് എന്തൊരു നാറികളാണ് ഇത്. നായിന്റെ മോനെ വീട്ടിൽ കയറി പണ്ണൂന്നാ. ഇസ്മായിൽ ഇസ്മായിലിക്ക വാ, ഇസ്മായിലിക്ക വാ, ഇസ്മായിലിക്ക വാ, ഇതാ വാ പണ്ണ് ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. എടാ പോടാ, അവിടെ ഞാനല്ല എഡിറ്റടാ മൊത്തം എഡിറ്റഡാ. കണ്ടുപിടിക്കുന്ന ഹറാം. ഇതൊന്നൊരു പേടിയില്ലടാ നാറികള്. സൈക്കോകളും നീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നല്ല ഇതെന്റെ പഴയ എനിക്കൊരു ഭൂതകാലമുണ്ട്. റാസക് കെആർ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. സ്ട്രീം ഇപ്പോ അടിപൊളിയാണല്ലോ ബ്രോ, മിസ് യു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇത് മറ്റേ അവിടെയൊന്നും മഞ്ഞുള്ള സ്ഥലത്ത് പോയതാണ്. അവിടെയൊന്നും മറ്റേ ഈജിപ്ത് പോയതാണ് പണ്ട്. ഇതെന്താ ഈജിപ്തിലെ ഹോട്ടലിൽ ആരാന്ന് ലീക്കാക്കുന്നത്? ഇതെന്റെ നായികനും ചുണ്ടുന്ന പേര്. എടാ എന്റെ പഴയ പിക്കടെ പഴയ ബോഡിയെല്ലാം ലീക്കാക്കല്ല. എടാ ഇതെല്ലാം ആരും ലീക്കാക്കുന്നത്? ഓ ഇതെന്റെ എക്സ് സെന്റു മോള്. സെന്റാനെല്ലാം മിസ് ചെയ്യുന്ന മൊത്തം. എന്ത് ചെയ്യാനാ? ആദരാഞ്ജലികളാ. ഉമ്മാജി തൊപ്പി മുഹമ്മദ് നിഹാൻ ഫെബ്രുവരി 15 ഞാൻ മരിക്കോ? ഇന്നത്ര ഡേറ്റ്? ജനുവരി 20. അപ്പൊ ഇനി 25 ദിവസം ഉണ്ടല്ലേ? ആടാ ഞാൻ വിശ്വസിച്ചടാ. ഫെബ്രുവരി 15 ഞാൻ മരിക്കൂന്നാണ് കൊയ്ത്ത പറയുന്നത്. നമുക്ക് നോക്കാം. അവളുടെ ID കണ്ടുപിടിക്കുക, എന്നിട്ട് മെസ്സേജ് അയക്ക് നോക്കി. ഈ അവസ്ഥയിൽ പറയാമോ എന്നറിയില്ല. ഫസ്റ്റ് ഇട്ടേച്ചു പോയാലും ഞാൻ നിന്നെ കെട്ടും. റിയ ഫാത്തിമേ മോളെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. ഇവിടെ ഐഡിയ എന്താ? ഏതും മനസ്സോടാ ഉള്ളത്. ഒരു ജീവിതം തരാൻ റെഡിയാകുന്നില്ല എനക്ക്. ഏത് പെണ്ണടാത്? ഇവിടെ നമുക്ക് ലൈവ് കൊണ്ട് ഇവിടെ നമുക്ക് ആളെ മനസ്സിലായോ തൊപ്പി? അച്ചായൻ അപ്പൊ നമ്മളെ പറ്റിച്ചതാ. ഇയാള് ആൾമാറാട്ടം, ഇയാള് നമ്പൂതിരിയാ. അച്ചായ അവിടെ പറ്റിക്കാൻ അടിച്ചങ്ങായി നമ്മളെ പറ്റിക്കുന്നതിനുവാ. അടിച്ചങ്ങായി നമ്പൂതിരിയാ. അച്ചായ ചങ്ങായി ഇതെന്തേ? ഇതാരാ? അതാടെ വെച്ചേ. ഓ
ഇതെന്തിനാ കൈവ പിടിച്ച് നടക്കുന്നത്? ആദ്യം കൊണ്ടുവരുമ്പോ ഉണ്ടായിരുന്നില്ല, ഇതിനെ കൈവ പിടിച്ച് നടക്കുന്നത്. ഒരു ഉപഹാരം, ഉപഹാരം, നിനക്കൊരു പലഹാരം. അല്ല ഇതെന്ത് സംഭവം? അത് ഞാനല്ലേ? ഷറഫ് ഡൊനേറ്റഡ് 60 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായൻ പറ്റിച്ചു. അച്ചായൻ പറ്റിച്ചു എന്നാ? ഒരു ഡെയിലി സൂപ്പർ തരുന്നു. ഇന്ന് ശരിക്കും നാടകം നടനാ? ഞാനെങ്ങനെ നാടകം നടനാണ്? അല്ല ഇതെന്താ പിന്നെങ്ങനെ ഈ വേഷം? അത് അമ്പലത്തിൽ പോയതല്ലേ? അമ്പലത്തിൽ പോയതാ? അമ്പലത്തിൽ പോയതിന് ഇങ്ങനെ വേഷം കെട്ടി നടക്കണോ? അതൊരു പൂജ ഉണ്ടായിരുന്നു. എന്ത് പൂജ? നിങ്ങ അല്ല അടെ ഈ ചങ്ങായി നാടകം നടനാ നിനക്ക് സംശയം? നിങ്ങ എന്നോട് പോലീസുകാരനാന്നല്ല പറഞ്ഞേ മുന്നേ? ശരിക്കും പോലീസാ? എന്തൊരു തേങ്ങയാണെ പറഞ്ഞേ? പ്രൂഫാണ്. ഇയാളെ എക്സ് പോലീസ് ഓഫീസറാണ് എന്നോട് പറഞ്ഞത്. എക്സ് പോലീസ് ഓഫീസറാണ് പറഞ്ഞത്. ഇപ്പൊ നോക്കുമ്പോണ്ട് നമ്പൂതിരി വേഷം കെട്ടിട്ട് നിക്കുന്നു. ഇതെന്താ സംഭവം? ഇത് നമ്പൂതിരിയും മെഴുകുതിരി ഒന്നും അല്ല, ചുമ്മാ ഒരു വേഷം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തിനാ ഈ വേഷം കെട്ടിയത് പറ? ഇത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിട്ടാ. ഷോർട്ട് ഫിലിം? ഓ എന്തേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറ്റിച്ചാൽ എന്നോട് അച്ചായന്റെ പേര് പറഞ്ഞിട്ട്. അച്ചായന്റെ ഇൻസ്റ്റാഗ്രാമാ? അച്ചായന്റെ ഇൻസ്റ്റാ ചാറ്റ് നോക്കണ്ടേ? എല്ലാം എന്തെല്ലോ പറയടാ. കിസ് എന്ന് പറയുന്നത് ഈ നായ്ക്കളുണ്ടല്ലോ. ഇത് ഞാൻ എപ്പോ ഇതാക്കിയാലും എപ്പം ഗസ്റ്റിനെ കൊണ്ടുവന്നാലും ഇവരില്ലേ ഈ കിസ് എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്യും, നാണും മാനും ഇല്ലാണ്ട്. ഇത് എന്തിനാന്ന് ഇവരിങ്ങനെ പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഇത് എന്തിനാ ഇവരിങ്ങനെ പറയുന്നത്? ചാറ്റ് നോക്കണ്ടേ? എല്ലാം എന്തെല്ലോ പറയല്ല. ഇത് ഞാൻ അത് നോക്കണ്ട. ഇത് ക്രേസി ഓഡിയൻസ് ആണ്. ഇവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട. ഇതെല്ലാം വെറുതെ എന്തെല്ലോ പറഞ്ഞാ കൊറേ എണ്ണ കിസ് അച്ചായനെ പണ്ണ് എന്തെല്ലോ ലിപ് ലോക്ക് അച്ചായൻ എന്നല്ല പറയുന്നത്. ഇത് നോക്കണ്ട കേട്ടാ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതാവും, മൂടോ. ചാറ്റ് നോക്കി നിങ്ങളെ മൂടോ കേട്ടില്ല. ചാറ്റ് നോക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ ചാറ്റ് നോക്കണ്ട. അച്ചായനെ കാണുന്നുണ്ടോ? നിങ്ങളെ ഐഡിയ എന്തേനു? സോജൻ വർഗീസ് ഏജൻ. ഇതാ ഫസ്റ്റ്. ഓ 600 ഫോളോവേഴ്സ്, 448 പോസ്റ്റാ. ഇതെന്താ ഇത്? എത്ര പോസ്റ്റ്? ചങ്ങായി ലിപ് ലോക്ക് ഇടുന്നല്ലേ പറയുന്നത്. തമാശ മറ്റടുത്ത ഭർത്താവ് നല്ല സ്വഭാവം പറയാ, ഞാൻ കാര്യം പറയല. ഞാൻ എന്റെ മക്കളെ അത് നോക്കണ്ട. ഇവര് പറയുന്ന നോക്കണ്ട. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ച് ക്രേസി ആയിട്ടുള്ള ഓഡിയൻസ് ആണ് എന്റെ ലൈവ് വന്ന് കണ്ടിരിക്കുന്നത്. ഈ ലോക്കോല് വന്ന് ഓഡിയൻസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആശാനോടൊരു ബഹുമാനമൊക്കെ വേണ്ടേ? ബഹുമാനം ഇല്ലാണ്ടൊന്നുമില്ല, ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ഓഡിയൻസിനോട് അങ്ങനെ ചൂടാന്ന്. അത് നോക്കണ്ട. നിങ്ങൾ എപ്പോ എന്റെ ആശാൻ തന്നെ, നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യും. എന്നിട്ട് എന്ത് പരിപാടി? അടുത്ത ഇത് പഠിക്കണ്ടേ നമുക്ക്? നിങ്ങൾക്ക് ടാസ്ക് ഉണ്ട്. ഇത് മൊത്തം പഠിപ്പിച്ചിട്ട് എങ്ങോട്ടും പോകും കേട്ടാ. പ്രതികാരമായിട്ട് തന്നെ കൂട്ടിക്കോ. ഇന്ന് GTA കയറി ഫുൾ ഡ്രൈവിംഗ് സെറ്റ് ആയിട്ട് നിങ്ങൾ പോകും. എന്നെ കൊണ്ടാവോ? നിങ്ങളെ കൊണ്ടാവും. ഞാൻ പഠിപ്പിക്കും. പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കേണ്ടി വരും. അതായത് ഞാൻ നിന്നെ പറഞ്ഞതല്ല, നീ ഉറപ്പായിട്ടും. അച്ഛന് ഗേൾഫ്രണ്ട് ഉണ്ടോ നോക്കുന്ന? തേപ്പ് കിട്ടി ഒരു പരിവായിരിക്കുക ഞാൻ. എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ല. ഫ്രണ്ടില്ലേ? കല്യാണം കഴിച്ചില്ലേ? ഓ, അതൊക്കെ ഒരു വലിയ കഥയാണ്. എന്താ പറ, കഥയെല്ലാം കേക്ക. പറഞ്ഞോ. എന്തോ ഇഷ്ടം പോലെ സമയമുണ്ട്, പറഞ്ഞോ. വേണ്ട, പറ അച്ചായ. എന്റെ പൊന്നു മോനെ, ലൈനില്ല, ലവ് ഇല്ല, ഒന്നുമില്ല. സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു. സമാധാനം, സ്വസ്ഥം. ആയിക്കോട്ടെ. എന്താടാ നിനക്ക് ലവ് ഉണ്ടോ? എനക്കാ ഫസീന, എനിക്ക് അവള് പാസം. ഫസി, അതാണ് അവളെ പേര്. യവന് വട്ടായ
എന്താ എന്റെ ഗേൾഫ്രണ്ട് പേരാ ഫസി. നിന്നെയൊക്കെ പ്രേമിക്കാനായിട്ട് ആളുണ്ടോടെ? ശരിക്കും നിന്നെയൊക്കെ പ്രേമിക്കാൻ മാത്രമൊക്കെ ഉള്ള ആളുണ്ടോ? ചായ സീരിയസ്ലി? എന്റെ ദൈവമേ, ശരിക്കും എന്റെ ഗേൾഫ്രണ്ട് ഉണ്ട് ഫസീന്ന് പേരുള്ളേ. നിങ്ങൾ കണ്ടിട്ടില്ല? എന്റെ ഇതില് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടില്ലേ? അത് പിന്നെ ആരെങ്കിലും ഒന്നല്ല, എന്റെ ഗേൾഫ്രണ്ടാ. സീരിയസ്ലി? ആ നോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അനക്കെന്താ കുഴപ്പം? നിനക്കെന്താ കുഴപ്പം? നിനക്ക് മൊത്തം കുഴപ്പം. 8 കാലിലെ കൊന്ന് തലേ വെച്ചേക്കണം. നിനക്കൊക്കെ ലവ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. സീരിയസ്ലി, ഞാൻ നിന്നെ ബോഡി ഷെയിം ചെയ്യല്ല. ആക്ച്വലി നിനക്കൊരു മനുഷ്യനെ പോലെ നടന്നുകൂടെ? നാട്ടുകാരോട് ഫസീന ലിപ്പ് ലോക്ക് ചെയ്യാൻ നിനക്ക് ലവ് ഉണ്ടെന്നല്ല പറഞ്ഞേ? ക്യാനി അവരച്ചായെല്ലാരും ഡബ്ല്യു അച്ചായൻ ഇതെന്തേ? ഡബ്ല്യു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഡബ്ല്യു എന്ന് പറഞ്ഞ വിന്ന്. ഇതെന്തിനാ അച്ചായന് ഡബ്ല്യു ഇടുന്നത്? അച്ചായൻ വിന്നായതുകൊണ്ട് മക്കളെ പറയൂ, ഞാൻ കേൾക്കാം. What the fuck is happening? Bro, what is happening? Bro! എല്ലാവർക്കും അച്ചായന്റെ ഒരു ബിഗ് നമസ്കാരം. ഇവനെ പോലെ ഒരുത്തനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു വന്നിട്ട് 10 രൂപ ത്രൂ ഗൂഗിൾ പേ ഫസിനെ അച്ചായന് പരിചയപ്പെടുത്തി കൊടുക്കുക. ആയിക്കോട്ടെ, വളരെ സന്തോഷം. എങ്ങനെ വീഡിയോ കോൾ വിളിക്കോ? വീഡിയോ കോൾ വിളിക്കണം. ജസ്റ്റ് ഐ വാണ്ട് ടു സീ. വേണോ? നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. അന്നെ ഇത്രയും ഇതാക്കിയിട്ട് നിങ്ങള്. നോ നോ നോ, ഞാൻ പറഞ്ഞത് കുറച്ച് തമാശ ആണെങ്കിലും ഐ എം സീരിയസ്. നിനക്കൊക്കെ ആരാടാ പെണ്ണ് തന്നെ? നിന്നെയൊക്കെ ആരാടാ പ്രേമിക്കണേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കൊച്ചിനെ കണ്ട് അതിനോട് ഡയറക്റ്റ് ചോദിക്കണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഒരുമാതിരി 2 ഡബ്ല്യു വന്നു ചോദിച്ചിട്ട് അച്ചായം അന്നൊരുമാതിരി മറ്റേ വർത്താനം പറയല്ലേ? ഞാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നില്ലേ? ഇത് പഠിച്ചു നിങ്ങളെ ലൈവില് കൊണ്ടുവന്നില്ല. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിക്കും. ഇത് ആളെ ഇത് ഇൻസൾട്ട് ചെയ്യാന്ന്. ഒരു മിനിറ്റ്, എന്റെ ഇതിനെന്താ എനക്കെന്താ കുഴപ്പം? അതൊന്നും പറ. എനക്ക് അറിയാൻ പാടില്ല. എനക്കെന്താ കുഴപ്പം? ശരിക്കും നിനക്കെന്താ കുഴപ്പമെന്നോ? നിനക്ക് എന്താ കുഴപ്പമില്ലാത്തെന്ന് ചോദിക്കും. അല്ല, ഇത് നിങ്ങൾ ഒന്ന് പഠിക്കുന്ന എനക്കൊന്ന് കാണണം. കേട്ടില്ല? ചങ്ങാരി ഇത് ഞാൻ പഠിപ്പിക്കും. തെറ്റിയാ എന്റെ വായിന്ന് കേൾക്കേണ്ടി വരും. ഓക്കെ, തെറ്റിയാ നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ തിരിച്ചു പറയും. ഓക്കെ, ഇത് മൊത്തം പഠിച്ചിട്ട് ഇന്ന് പോയാൽ മതി. ഞാൻ 10 രൂപ ത്രൂ ഗൂഗിൾ പേ അച്ചായന് ഫസിന് വേണം. എടാ ഞാൻ ഓഫാക്കുക. ഞാൻ കാര്യം പറയാം. ഞാൻ ഓഫാക്കി വിടാ. ഞാൻ സൂപ്പർ ചാറ്റ് ഓഫാക്കി വിടാ. ഞാൻ കാര്യം പറയാലോ. ഫസീനെ ഒന്ന് വിളിക്കോ? എനിക്ക് നിന്റെ ആ കുട്ടീനോടൊന്ന് സംസാരിക്കണമല്ലോ. ഐ വാണ്ട് ടു സീ. സീരിയസ് ആണോ എന്ന് ചോദിക്കണമല്ലോ. എന്തായിരിക്കും? സത്യമാണോ മിഥ്യയാണോ? ഹലോ ഫസി, ലൈവ് കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? നീ എപ്പോ ഇപ്പൊ എങ്ങനെയാണ് കേട്ടോ? ഞാൻ എപ്പോ ലൈവ് ഇടുന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കാണുന്നില്ല എന്നാ പറയുന്നത്. പണ്ട് നീ എന്റെ എല്ലാ ലൈവ് കാണലുണ്ട് ഫസി. ഇപ്പൊ നീ ഫുള്ള് മാറി. ഇത് അടുത്തൊരാളുണ്ട്. ഡ്രൈവിംഗ് പഠിപ്പിച്ച ആശാനില്ലേ? ആ വന്നു അച്ചായൻ. ആ ചങ്ങായന ഇങ്ങനെ ഇത് ഡ്രൈവിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ സ്ട്രീമിൽ പിടിച്ചിരുത്തി. നീ ലൈവ് ഒന്നും കാണുന്നില്ല. ലൈവ് എടുത്ത് കാണും ഫസി. അല്ല, ഇയാൾക്ക് നിന്നെ പരിചയപ്പെടണം എന്ന് പറയുന്നത് ഈ അച്ചായന്. അയാള് പറഞ്ഞ ഞാൻ കൊടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. അല്ല, ഞാൻ സോജൻ വർഗീസ് ഏഞ്ചൽ. ഏത് ഫോട്ടോ? മുണ്ട കൊടുത്തിട്ട് കുട്ടി എവിടെയാ സ്ഥലം? തൊടുപുഴയില് മൊത്തം അച്ചായന്മാരാണല്ലോ. പിന്നെ അല്ല, ഞാനൊരു സംശയം അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ അന്ന് ഈ ഇന്റർവ്യൂല് ഉണ്ടായിരുന്ന കുട്ടി തന്നെയാണോ ഇത്? അല്ല, റിയൽ ഗേൾഫ്രണ്ട് ഞാൻ സംസാരിക്കാം. ഫോൺ എനിക്കല്ലേ തന്നേക്കണേ.
മോളെ, എൻ്റെ സംശയം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണോ? അതായത് ലവ് ഇൻ റിലേഷൻഷിപ്പിലാണോ? അതൊന്നും അറിയത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ തട്ടിത്തടഞ്ഞ് വർത്താനം പറയണേ? ദിസ് ഇസ് ഫേക്ക്. സീരിയസ്ലി. എങ്ങനെ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മള് റിയൽ റിലേഷൻഷിപ്പിലാണ് അങ്ങനെ പ്രൂവ് ചെയ്യണ്ടേ? എനിക്ക് പറയാൻ പ്രൂവ് ചെയ്ത അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നമ്മള് റിയൽ റിലേഷൻഷിപ്പിലാണ് ശരിക്കും. ആരാണ് ഇയാള് ഫുള്ള് ഉടായിപ്പാ, മൊത്തം ഉടായിപ്പാന്ന് ഇയാള്. അയ്യോ അല്ല, ഞാൻ എന്റെ വണ്ടി കുഴപ്പമായിട്ടാണോ? നിങ്ങളെ വണ്ടിക്കും കുഴപ്പമില്ലേ? എന്റെ മാത്രം കുഴപ്പമില്ല, വണ്ടിക്കും കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിൽ. ഞാനൊരു കാര്യം പറയാം, വണ്ടിയുടെ സൈഡിൽ കൂടി പോയപ്പോഴത്തേക്ക് തട്ടി വീണു എന്നാണ് ഇവൻ എന്നോട് ലൈവിൽ വിളിച്ച് പറഞ്ഞത്. എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് വണ്ടിയുടെ സൈഡിൽ കൂടി പോയപ്പോൾ തട്ടി വീണു. അപ്പൊ വണ്ടി അവിടെ കിടന്നത് കൊണ്ട് വണ്ടിയുടെ പഴയ ഓണർക്ക് എന്തൊട്ട് കോപ്പാണ് നിങ്ങൾ ഈ പറയണത്? അല്ലല്ലേ, ഞാൻ കരുതി ഈ വണ്ടി ആയിക്കോട്ടെ ഞങ്ങൾക്ക് കാണാൻ പോകാൻ കഴിയാത്ത. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? ഈ വണ്ടിക്ക് കുഴപ്പമുണ്ട്, നിങ്ങളെ വണ്ടിക്ക് കുറെ കുഴപ്പങ്ങളുണ്ട്. ഞാൻ ശരിയാക്കും, പക്ഷെ കുഴപ്പങ്ങളുണ്ട്. നിങ്ങളെന്നെ പറ്റിച്ച്. ഞാൻ പറഞ്ഞേക്ക്, ആ വണ്ടി റോഡിൽ കൂടി പോകുമ്പോ ഉണ്ടല്ലോ, മഞ്ഞളിന്റെ കഷ്ണം ഇങ്ങനെ ഒഴുകി പോണ പോലെ തോന്നും. സത്യമായിട്ടും. ഫസി മഞ്ഞളാ ഇത് അനക്കാ വണ്ടി കയറി ഇരിക്കുമ്പോ എന്താ ഫീൽ ചെയ്ത? മഞ്ഞൾ തിന്നിട്ട് വളിയിടുന്ന സൗണ്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഫസി ഒഴുകിപ്പോകുന്ന സൗണ്ടാ. ഫസി ഞാൻ പറഞ്ഞ ശ്രദ്ധിക്ക്, ഈ വണ്ടി ഇത്രയും സുന്ദരമായിട്ടുള്ള വണ്ടി റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു മഞ്ഞളിന്റെ കഷ്ണം ഇങ്ങനെ ഒഴുകി പോണ പോലെ തോന്നും. ശ്രദ്ധിച്ചിട്ടില്ലേ? അവനെന്തൊരു നാണക്കേട്, എന്തിനു നാണക്കേടേ? അത് നമ്മുടെ ഒരു ഓർമ്മ. ഞാൻ വരും നിലാവുള്ളൊരു രാത്രിയിൽ ഭാരതപ്പുഴ നീന്തിക്കിടന്ന് ആരും അറിയാതെ. ഉറപ്പ് പറയുന്നില്ല. അതെന്താ? എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ വരും നിലാവുള്ളൊരു രാത്രിയിൽ ഭാരതപ്പുഴ നീന്തിക്കിടന്ന് ആരും അറിയാതെ ഞാൻ വരും. ഉറപ്പ് പറയുന്നില്ല. അതെന്താ? നാട്ടുകാരെ കാണിച്ച് മൊത്തം ഞാൻ ആറ്റിക്കും. നിക്ക് ഇതെന്താ ഈ സംഭവം? ഇതെന്താ അവസ്ഥ? ചങ്ങായിന്റെ എന്താ അവസ്ഥ? Bro, what the fuck? Bro. അയ്യോ നാട്ടിക്കല്ലേ, ദൈവത്തെ ഓർത്ത് അങ്ങോട്ടൊന്നും പോകല്ലേ, അതൊന്നും വേണ്ടാത്ത ഏരിയകളാണ്. ഫാൻ ആർട്സ് നോക്കുന്നത്. ഫാൻ ആർട്സ് റിയാസ് ഡൊനേറ്റ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. പസിഫെക്കാണ്. പസിഫെക്കാണെന്നോ? അതിനൊന്നും പറയാനില്ലല്ലോ. ഞാൻ വരും നിലാവുള്ളൊരു രാത്രിയിൽ ഭാരതപ്പുഴ നീന്തിക്കിടന്ന് ആരും അറിയാതെ ഞാൻ വരും. ഉറപ്പാണോ? ഉറപ്പ് പറയുന്നില്ല. അതെന്താ? എനിക്ക് നീന്താൻ അറിയില്ല. What the fuck is wrong with you, bro? This is quite acting, man. That is. എടാ പക്ഷെ നിങ്ങളെ മുഖത്ത് നിങ്ങൾ ശരിയായ നിങ്ങൾ ടിക്ടോക്ക് ഓളിയാന്നല്ലോ. അപ്പൊ ടിക്ടോക്ക് അല്ല, ഇത് ഇൻസ്റ്റയില് റീൽസ് ആണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഇതിന്റെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത് പണ്ടത്തെ ടിക്ടോക്ക് ഓളികളെ ഒരു സ്റ്റൈലാണിത്. ഇല്ല, ഞാനിത് ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതിനിപ്പോ എന്നെ ഇങ്ങനെ ഓളേണ്ട കാര്യമില്ല. ആശാനാണ്, ആശാന്റെ അണ്ടി ചങ്ങായി. അയ്യേ ഇത് എന്തൊരു അച്ചായനെ കാണാൻ. അടിപൊളി. അൻസീല. താങ്ക് യു മോളെ. അച്ചായൻ ബ്രോ
അച്ഛന് സെറ്റായി, അച്ഛന് പെണ്ണ് സെറ്റായി. അച്ഛന് പെണ്ണ് സെറ്റായി. അതാ അതാ പേരെന്താ പറഞ്ഞ? അൻസില. അൻസില 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 ഹായ്. ഡൊണേറ്റ് ചെയ്തിട്ട് അച്ഛന് വേണ്ടിട്ട്. ഇതെന്താ? ജസ്റ്റ് എന്നെ തന്നെ കാണാൻ വേണ്ടിട്ട് ഞാൻ റീൽ ചെയ്തതാ. ഇതെവിടുന്ന് കിട്ടി? മാറി ഫാനായിട്ട്. നമസ്കാരം, SBS ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സോജൻ വർഗീസ് ഏഞ്ചൽ. നമസ്കാരം, SBS ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സോജൻ വർഗീസ് ഏഞ്ചൽ. ആലപ്പുഴ റിലയൻസ് മാൾ ഗ്രൂപ്പ് ശാന്തിഭവൻ മക്കൾക്ക് ദീപാവലി മധുരം നൽകി. റിലയൻസ് മാൾ ജീവനക്കാരായ ശ്രീജിത്ത്, പ്രഭു, വിധു എന്നിവരാണ് മധുരവുമായി ശാന്തിഭവനിൽ എത്തിയത്. മോഡുലേഷൻ ഒക്കെ കണ്ടോ? കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. ഇയാളെ നമ്മ വിചാരിച്ച ആളല്ലാട്ടാ. ഇയാളെ Bro, what the fuck is happening? Bro! നമ്മളെ നാനോവാ? ഏത് നമ്മളെ നാനോ? എന്റെ നാനോ അല്ല. അപ്പൊ ഞാൻ എന്റെ നാനോ ആണല്ലോ നിനക്ക് തന്നത്. ഇപ്പൊ എന്റേതായി. അച്ഛന്റെ നാനോ അച്ഛൻ എനിക്ക് തന്നു. ഇതാ എന്റെ നാനോ ഞാൻ നിനക്ക് തന്നു. അതിന് ഞാൻ നിങ്ങളെ മോനല്ല. നിങ്ങളെനിക്ക് വിറ്റതാ, മനസ്സിലായ? നിങ്ങളെനിക്ക് വെറുതെ തന്നതല്ല. പൈസ 66,000 എണ്ണി വാങ്ങിയിട്ടല്ലേ പൈസ. മോഹ വിലയാണ്. എന്ത് മോഹ? വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് നീ അത് വേണമെന്ന് പറഞ്ഞു, ഞാൻ അതങ്ങ് തന്നു. അതിന് പോയിട്ട് ഇനിയിപ്പോ ഈ ലോകം മുഴുവൻ നടന്നിട്ട് 66,000 മേടിച്ചാണ്, 66,000 മേടിച്ചാണ്, 66,000 മേടിച്ചാണ്. നാണയില്ലേ പറയാനായിട്ട് നിനക്ക്? പിന്നെ 66,000 എന്റെ കൈ വന്ന വണ്ടിക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയില്ല. അപ്പൊ പിന്നെ ഞാൻ പറയണ്ടേ? ഇനിയും ചെലവാക്കണമല്ലോ. ഇനി നീ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ചെയ്യണം. മോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ചെലവാക്കണമല്ലോ. അതെല്ലാം കൂടി എന്റെ തലയിലോട്ട് വരുമോ? അച്ഛന്റെ ഒപ്പം റീൽ എടുക്കുക. എന്തിന് റീൽ എടുക്കാൻ പറയുന്നതാ? എനിക്ക് അവർക്ക് റീൽ എടുക്കാം. പിന്നെ എടുക്കാം. അച്ഛൻ വെളിച്ചെണ്ണൊന്നും അല്ല. വെളിച്ചെണ്ണല്ല, വെർജിന്. വെർജിൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയാം. അതൊക്കെ ഇത്രയും പബ്ലിക്കായിട്ടൊക്കെ ചോദിക്കേണ്ട കാര്യമാണോ? ചോദിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ചോദിച്ച ഉത്തരം പറയണം. വെർജിൻ ആണെന്ന് ചോദിച്ച ഉത്തരം പറയണം. അല്ല, വെർജിൻ അല്ല. അന്നൊരു മഴയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. എങ്ങനെ സംഭവിച്ചു? ആരുമായിട്ട്? നാളെയല്ലടാ നിനക്ക് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയാനായിട്ട്. സോറി, ഞാനൊരു മനുഷ്യനല്ലേ? സോറി അല്ലേ? GTA കളിക്കാം. നിങ്ങളോട് അന്ന് ഞാൻ ഒരു GTA എന്ന് പറഞ്ഞ സാധനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? വീട്ടിയ അല്ല എന്റെ പൊന്ന് അച്ചായ. വീട്ടിയ അല്ല, GTA. വീട്ടിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. VR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. VR കളിക്കണം. VR എന്ന് പറഞ്ഞാൽ വേണ്ട, അറിവില്ലാത്ത കാര്യം അല്ല. VR എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ഹെഡ്സെറ്റ് ആവും. അച്ഛന്റെ മുഖത്ത് പൊട്ടിയിട്ടിട്ടുണ്ടോ? മൊത്തം അച്ചായ മൊത്തം പൊട്ടിയിട്ട് ക്യൂട്ടായിട്ടാ വന്നേട്ടാ. അതെ, പൊട്ടിയിട്ട് പണ്ട് തൊട്ടേ വെളുപ്പിനോട് വല്ലാത്തൊരു ആക്രാന്താണ്. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കറുത്തിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഉച്ചക്കേ പോയിരുന്നു. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു. കുറച്ച് ഒഴുകിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണത്. അവിടെ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് കളർ കാണുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ കറുത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ കളർ അച്ചായൻ അച്ചപ്പും വരം ഇത് എന്താ സാധനം നമുക്ക് മനസ്സിലായില്ല. ഫുള്ള് നോക്കിയില്ല. ബ്രെഡ് എന്തിനാ? അതായത് പാലിൽ മുക്കി കഴിക്കാം. നമ്മളൊക്കെ പനി വരുമ്പോ അങ്ങനെ കഴിക്കാറ്. അതിന് നമുക്ക് പനിയില്ല. കൈ ഒടിഞ്ഞവർക്കും കഴിക്കാം. ഇത് ടൈം പാസ്. നിനക്ക് വട്ടടിക്കുമ്പോഴത്തേക്ക് ഓരോ പീസ് എടുത്ത എണ്ണം കൂടുതലുണ്ട്. അതാണ് എടാ നാണം കെടുത്തരുത്. നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ച് നാണം കെടുത്തരുത്. ആരും കാണുന്നില്ല. തേനുണ്ട മിച്ചറ് ദൈവമേ. മൊത്തം കൊറേ തേനുണ്ട. മധുരം ഭയങ്കര ഇഷ്ടം. അല്ല, എനിക്ക് തിന്നാനല്ല, ഞാൻ നിനക്ക് തിന്നാൻ മേടിച്ചിട്ടുണ്ടോന്നാ. കപ്പലിന്റെ മിഠായി, കള്ളക്ക മിഠായി, കള്ളക്ക മിഠായി നമ്മള് പറയും. ഞങ്ങളുടെ നാട്ടിൽ കപ്പലിന്റെ മിഠായി, മിച്ചർ. ഇതിനെന്താ പറയാ നിങ്ങളുടെ നാട്ടില്? ഇതിന് നമ്മുടെ നാട്ടില് തേൻകൊള്ളി അല്ലെങ്കിൽ തേൻകൊള്ളി. തേൻകൊള്ളി ഇതാ. അല്ലെങ്കിൽ മറ്റേ
എന്താ പറയണത്, ഇത് മധുരമുള്ളതാ. മധുരസേവ എന്ന് പറയാം. നമ്മളാരും എന്താ പറയാ അറിയോ, 10 രൂപ ത്രൂ ഗൂഗിൾ പേ അച്ഛനായിട്ട് ഒമേഗ ചെയ്യും. ഒമേഗ ചെയ്യണോ? ഒമേഗളല്ല, ഒമേ ടി വി അച്ഛനോ ഒമേ ടി വി എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിനകത്തേക്ക് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവരോട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണമല്ലേ. ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ വിക്കി ചെയ്യുന്ന സംഭവം. അതെനിക്ക് അറിയാം, ഞാൻ അവന്റെ ഫോളോവറാ. പക്ഷെ എനിക്ക് ഇതിനെന്താ നമ്മളായിട്ട് പറയാ അറിയോ? ഇതിന് നമ്മുടെ നാട്ടിൽ പറഞ്ഞത് മധുരസേവ. നമ്മളെ നാട്ടിൽ എന്താ പറയാ അറിയോ? കണ്ണൂര് കൂന്തിയോ കൂന്തി. ഒരു അക്ഷരം അങ്ങോട്ടേക്കോട്ടോ മാറിപ്പോയിരുന്നെങ്കിൽ വേറെ അർത്ഥമായി പോയനെ. എന്നാലും കണ്ണൂർ എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. കണ്ണൂരാ? നിറയെ പേരുണ്ട്. താങ്ക് യു. എന്നെ ലവ് ചെയ്യാനും ആൾക്കാരുണ്ടേ. ഈ ലൈവ് കുറച്ച് നേരത്തെ ആകായിരുന്നു. അതെന്താ? അല്ലെ, ഇപ്പൊ കിട്ടിയ പോലെ ലവ് കിട്ടിയാലോ. ഇഷ്ടപ്പെട്ട ലൈവ് പരിപാടി ഇഷ്ടപ്പെട്ട ലൈവ് തുടങ്ങുന്ന ലൈവ് എനിക്കോ? ഞാൻ എവിടെ തുടങ്ങാനാ? എനിക്ക് ശരിയാക്കി തരാം, ലൈവ് തുടങ്ങാൻ പഠിപ്പിച്ചരാം. ലൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ നിർത്തണമെന്ന് കൂടി പറഞ്ഞു തന്നെ. തുടങ്ങാൻ എളുപ്പം, പക്ഷെ നിർത്താനാ പാട്. പാലാ സജിയെ ലൈവിൽ കൊണ്ടുപോകാം. അവിടെ പാലാ സജിയെ ലൈവ് കൊണ്ടുവരാ. പാലാ സജിയുടെ കാറ്റഗറി ഒക്കെ ആയി പോയോടെ. ഞാനും നിങ്ങൾ എക്സ് പോലീസ് എന്നല്ല പറഞ്ഞു. പാലാ സജി എക്സ് പോലീസ് ആണല്ലോ. SPG അറിയാം. നിങ്ങളെ ഏത് കാറ്റഗറിയാ എക്സ്? ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, കേന്ദ്ര ഗവൺമെന്റ് തന്നെ. പുള്ളിക്കാരൻ അതുപോലത്തെ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ പോയതായിരിക്കാം. പക്ഷെ എനിക്ക് നേരിട്ട് അറിയാം. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റാ? അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സീക്രട്ട് സർവീസ് CIA. ഇത്ര മാത്രം ഞാൻ പറയുന്നു. എല്ലാരും WH സ്പാം ചെയ്യണം. എല്ലാരും WH സ്പാം ചെയ്യും. WH സ്പാം ചെയ്യും. എല്ലാരും WH സ്പാം ചെയ്യും. VR കളിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പബ്ലിക്കിന്റെ മുന്നിൽ തല്ലാനും കൊല്ലാനും ആണോ? തല്ലാനും കൊല്ലുന്ന സാധനം ഒന്നല്ല, ഇത് സേഫ് സാധനം. എന്തോ അത് എന്ന് വെച്ചാ ഒരു സാധനം തലയിൽ അങ്ങോട്ട് ഇടും. ഈ സാധനം ഓണാക്കട്ടെ. ഇതെന്താ സത്യത്തില്? ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇത് തലയിലേക്ക് ഇടുക. അപ്പൊ വേറൊരു ലോകം അങ്ങോട്ട് വരും. നമുക്ക് വേറൊരു ലോകത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ തലയിൽ ഫിറ്റ് ചെയ്യാന്നല്ല, തലയിലേക്ക് ഇടുക അല്ല. ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളൊക്കെ സാക്ഷി. കൊല്ലാൻ കൊണ്ടു അതോടെ ഞാൻ അന്ന് ചോദിച്ച പോലെ തിരിച്ചു ചോദിക്കുകയാണ്. ഇത് എന്റെ കൊല്ലാനുള്ള വല്ല പരിപാടിയോ അതോടെ. അതൊന്നും ഞാൻ പറയൂല. എന്നെ കൊന്നാലും പറയൂല. അതൊന്നും ഞാൻ പറയൂല. എന്നെ കണ്ടാൽ എത്ര വയസ്സ് പറയും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ദൈവമേ, ദേവിയേ. ഒന്നുമില്ല. ഈസിയാ. എടാ, ഇത് നമ്മുടെ നാട്ടിലേ ഈ ആൾക്കാര് കണക്റ്റല്ലേ? എടാ, ഇച്ചിരി കൂടി താത്തി പോയി. എന്റെ കണ്ണിനകത്താ ഇത്. ഇത് ഓക്കെ. അയ്യോ ഇല്ല, നോ ദർ ഈസ് നോ കുണ്ടി. ഓക്കെ, കാണുന്നില്ലേ? കാണുന്നില്ലേ? പാറ്റേൺ എങ്ങനെ ഓപ്പൺ ആക്കണേ? എനിക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ. കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇത് കളിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. എന്താ കാണുന്നേ? എന്താ നടക്കുന്ന അവിടെ? ഒരു പെണ്ണ്. ഷെബീൻ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. 50 വയസ്സ്. 50? ഇതിപ്പോ നീ കാരണമല്ല, ഞാൻ കാരണി വരും. ഇഷ്ടപ്പെട്ട VR? ഒരു വലിയ നദിക്കര അല്ല, കടൽ തീരം. ഒരു പെണ്ണ് വെള്ളത്തിൽ ഇങ്ങോട്ട് വരികടാ. അതെ, എന്റെ നേരെ വരുക. അയ്യോ എടാ, എന്റെ നേരെ വരുവാടാ.
അനിരുദ്ധ് ഡൊണേറ്റ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛൻ നിനേക്കാൾ കഴിവാണല്ലോ. നിങ്ങൾ എന്തി കാണിക്കുന്നത്? അങ്ങനെ ചെയ്തൂടാ. അല്ല ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ നിർത്തിയതാ. ഞാൻ കണ്ട് നിങ്ങളെ നിർത്തിയല്ലേ. മതി സത്യമായിട്ട് നിർത്തിയതാ. മതി മതി മതി. കൊള്ളാല കളവന്റെ ആഗ്രഹം. എടാ ഒരു പെണ്ണ് എന്റെ നേരെ വരുമ്പോഴത്തേക്കും ഞാൻ നിർത്തണ്ടേ? എന്ത് നിർത്താൻ? 50 വയസ്സായി കള്ളക്കളവൻ ഇതാണ് ആഗ്രഹം. അപ്പൊ 50 ഒന്നും ആയിട്ടില്ല. കൊള്ളാലോ. നാണം കെടുത്തണ്ടേ? സത്യമായിട്ടും ഒരു പെണ്ണ് എന്റെ നേരെ വരികടാ. സത്യമായിട്ടും നീ കണ്ടില്ലേ? നീ കണ്ടു നോക്കും അതിനകത്ത്. അപ്പൊ ഞാൻ അവളെ ഇങ്ങനെ നിർത്തിയതാ. എനിക്ക് എന്റെ ഒരു മര്യാദയില്ല. ഞാനൊരു നല്ല മനുഷ്യനല്ലേ? അയ്യേ മര്യാദ. ഇതാ മര്യാദ. വെള്ളത്തിന്ന് അവള് വന്ന വരവോർത്തിട്ട് എനിക്കൊരു സത്യത്തിൽ ഇങ്ങനെയൊക്കെ. ഇത് ഏത് രാജ്യത്ത് നോക്കണം? ജിബിൻ ഡൊണേറ്റ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഞാൻ ശരിക്കും പറഞ്ഞ ഇത്ര ഈ പറഞ്ഞത്ര ഇല്ല കേട്ടോ. വേണേ ഒരെണ്ണൊക്കെ വേണം പറയാം. 3 പ്രാവശ്യം പറയാൻ മാത്രമില്ല. ഇല്ല ഇല്ല. ഓ അപ്പൊ കുറച്ചുണ്ട്. കുറച്ചുണ്ട്. നിനക്കില്ല. നിനക്കുണ്ടാവും വെച്ചോ. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും കൊള്ളാം 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 കൊള്ളാം. അച്ചാൻ കൊള്ളാം കേട്ടോ. അച്ചാൻ കൊള്ളാം കേട്ടാ. അച്ചാൻ കൊള്ളാം. അശ്വതി എസിന്റെ നമ്പർ ഉണ്ട്. അശ്വതി എസിനെ അറിയോ? അശ്വതി അശ്വതി എസിനെ അറിയോ? എന്റെ നമ്പർ പോയാടാ. അശ്വതി എസിനെ അറിയില്ല? അശ്വതി ഇവിടെ അറിയില്ല. നമ്പറാ? പിന്നെന്താ പറഞ്ഞ? നമ്പർ എന്തിനാ? പിന്നെന്താ പറഞ്ഞ? അല്ല ഇവളെ ഇത് ചാറ്റിൽ വന്നതാണ്. ഓ ഇവളെ എങ്ങനെ ഇഷ്ടപ്പെട്ടാ? പിന്നെ ആർക്കടാ ഇഷ്ടപ്പെടാണ്ടിരിക്കണത്? കൊള്ളാട്ടോ. ഒരു ഷാൾ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് ആളുടെ കളറും ഡ്രസ്സൊക്കെ മാറി. നല്ല എഡിറ്റിങ് സൂപ്പർ ആയിട്ടുണ്ട്. ഇവളെ എവിടുത്താരിയാ? ഇവള് നമ്മ അവിടെ ഉള്ളേന്ന്. കറക്റ്റ് അറിയില്ല എനിക്ക്. എവിടെ? എനക്കറിയില്ല. അവിടെയൊന്നും അറിയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ പോളിയാണെന്ന് ആരും പറയില്ല. സിയോൺ ഡ്രൈവിംഗ് ലൈസൻസ്. ഓ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാ. ഓക്കെ 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 ഓക്കെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോവാ. എന്താ പറയുന്നത്? ചാൻ ഒമേ ടി വി. മറ്റേ സ്ക്രീനിൽ വരുന്നത്. ഞാൻ ഒരാളോട് സംസാരിക്കുന്ന പരിപാടി ഇല്ലേ? ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഒനായസ് ഡൊണേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസ്റ്റ് ഡേ ഇൻസ്റ്റ അച്ഛന് കാണിക്കുക. പിന്നെ കാണിക്കാം. ഒമേ ടി വി ആണ്. ഒമേ ടി വി വിളിക്കാം. हेलो 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 भैया, कैसा हो? कैसे हो? क्या करती हो? कहाँ से? हम केरला से हो. ग्रीन स्क्रीन आता है നമ്മൾ ലൈവ് ആണെന്ന് മനസ്സിലാവും. यूट्यूबर हो? कौन बोला तुमको यूट्यूबर है करके? कैसे पता चला? ഹിന്ദി അല്ല അറിയോ? പിന്നെന്താ? ഹിന്ദി അറിയാ? ഇവൻ അവൻ ഓടിപ്പോയി കേട്ടാ. ഓക്കെ ഇനി ലൈവ് ആണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാൻ വരും. बहुत ठंड है ना, आराम से रहो. ठीक है अंकल. अरे माँ की लोड़ा अंबली वाला माँ की. ചുപ് സാലെ. നമ്മ ഒരിക്കലില്ല ഞാൻ പറയട്ടെ. നമ്മ ഒമേ ടി വിയിൽ ഒരിക്കലും ഒമേ ടി വിയിൽ പറഞ്ഞാൽ എല്ലാം കൊല കാണിക്കാതിരിക്കുന്ന മൈരന്മാരാ. ഇവരോട് ഒരിക്കലും നല്ല രീതിയിൽ പെരുമാറാൻ പറ്റില്ല. കാരണം അനക്ക് ഉറപ്പാണ് ഈ നായിന്റെ മക്കളോട്. ഇവരില്ലേ കൊലെടുത്ത് പുറത്തിട്ട് അറിയോ? ഒരു പെണ്ണാണെങ്കിലും
ആടി ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ബ്രോ അച്ചായനെ കളിക്കാൻ കിട്ടുമോ? ആദിരാന്ന് തോന്നുന്നു, പെണ്ണാന്ന് തോന്നുന്നു. പെണ്ണാണോ മോളെ? ഇങ്ങനെയൊക്കെ എഴുതരുത് കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫെയർ. അത് എന്നെ പോലെ ഒരാളെ നോക്കിയിട്ട് ശരിക്കും പെണ്ണാണോ? ആ പെണ്ണാ. എടി മോളെ. ഹലോ 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 ഭായ് സാബ്. ഹലോ अंधेरे में क्या चोर रहे? പെണ്ണൊന്നല്ല, ആ സൗണ്ട് മാറ്റി പറഞ്ഞു. ഹലോ अंधेरे में क्या कर रहे हो? बाहर आ जा. लड़की नहीं लड़का है तो बाहर आ जा. देखा है तुमको. ഏതാ ഹിന്ദി അച്ഛാ? बाहर आ जा. ഞാൻ ചൂടായി നോക്കട്ടെ. എടി പുറത്തിറങ്ങിട്ട് പോടി. तुमको पकड़ लिया ना साले, तुम बदमाश. बाहर खड़े होकर के क्या क्या कर रहा है? ഇതെന്താ നിങ്ങൾ പറയുന്നത്? റോഷൻ ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ കണ്ടിട്ട് കുന്ന പൊങ്ങിപ്പോയി. വൃത്തികെട്ടത് പടാ മാറി. ഇവിടെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് കോൾ കളക്കാൻ പറ്റുന്നത്. സോറി, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അത്ര സീരിയസ് ഒന്നല്ല, ഇതെല്ലാം മൊണ്ണകളാണ്. ഇതിൽ വരുന്ന എല്ലാം തിണ്ടികളാണ്. ഇത് ഒരുത്തരം അന്ന് വന്നിട്ടില്ലേ, ആ ചോക്ലേറ്റ് വാലേ ചലേ ജാ നഹീ തോ വർന തുമാരാ ഹാലത് ഖരാബ് ഹോനെ വാലാ ഇസ്കോ ദേ ദൂംഗാ മൈക്ക് മേ. മാന്യനെ പോലെ ഇരിക്കുന്നുണ്ടാ, മാന്യനെ പോലെ ഇരിക്കുന്നുണ്ടാ. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അല്ല, ഏത് നിമിഷം കൊല എടുത്ത് പുറത്തോട്ട് ഇവനല്ലോ. നാറികളാ, മൊത്തം നാറികളാണ്. എനിക്കറിയാം. ഇവനോടൊന്നും ഒരിക്കലും മര്യാദ സംസാരിക്കാൻ പറ്റില്ല. അന്നൊരു ദിവസം ഞാൻ ഇതേപോലെ ഫസീനെയും കൊണ്ട് ഇത് ഒമേ ടി വിയിൽ ഇരുന്നതാണ്. ഒരുത്തനെടുത്ത് കൊല എടുത്ത് പുറത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം കായ്നി എണ്ണിയായിരുന്നോ? എന്ത് അല്ല, കൊല എടുത്ത് പുറത്തിട്ടപ്പോ മൊത്തം കായ്നി എണ്ണിയായിരുന്നു എന്ന്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. ശരിക്കും പുറത്തിടുവോ? ആ, പക്ഷെ ഓന്റെ ലൈഫ് ഇപ്പം പോയി. ഓന്റെ ഞാൻ എടുത്ത് ഇതാക്കി വൈറലാക്കി. ഓൻ ലൈവിൽ വന്ന് കാണിച്ചാലോ. ഓന്റെ എല്ലാരും, ഓന്റെ കുടുംബക്കാരും ഓന്റെ കൊളീഗ്സും എല്ലാരും അത് കണ്ട് ചെക്കൻ. അല്ല അല്ല, ഒരു തമിഴനാ. പക്ഷെ തമിഴ്നാട്ടിൽ മൊത്തം അത് ഇതാക്കി. ലൈവിൽ വന്ന് കാണിച്ചോണ്ട് മൊത്തം നാറി. ഓൻ ലൈവാന്ന് അറിയില്ല. വിആറിൽ കുത്ത് വെച്ച് കൊടുക്കും. ബ്രോ ബ്രോ ഷട്ട് ദ ഫക്ക് അപ്പ്, ഷട്ട് അപ്പ്. ഇതാരാ? പെണ്ണാണോ? ഹലോ മോളു. ഇവരെല്ലാം കൊല പുറത്തിടാൻ നിൽക്കുന്നു. ഇവനെ കണ്ടറിവൻ കൊല പുറത്തിടും. തുമക്കോ जय श्रीराम. जय श्रीराम. ओ जय श्रीराम, जय श्रीराम. कहाँ से हो? कहाँ से हो? कहाँ से हो? हम ओडिशा से. ओडिशा से. ओडिशा केमन आछि तुमी? നിങ്ങൾക്ക് ഒഡീഷ ഭാഷ അറിയോ? റഫ്നാസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനായിട്ട് ഡാൻസ് കളിക്കൂ. അച്ചായനായിട്ട് ഡാൻസ് കളിക്കാലോ? ഡാൻസ് കളിച്ചാലോ? നമുക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, എനിക്ക് അറിയാൻ മേലാത്തൊരു മേഖലയാ. ഞാൻ മമ്മൂട്ടി കളിക്കുന്ന പോലെ കളിക്കുള്ളൂ. വെറുതെ കളിക്കാമോ? സീരിയസ് ആയിട്ട് വെറുതെ കളിക്കാം, വെറുതെ കളിക്കാം. ഏത് പാട്ടേതാ? ഏത് പാട്ടിലാണ് കളിക്കണേ? ഏത് പാട്ടിനാ കളിക്കണ്ടേ? പറ 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 പറ. ചാറ്റ് പറ, ചാറ്റ് പറ, ചാറ്റ് പറ. അച്ഛാ പാട്ട് പാടോ? പാടും. പാടോ? ഒരു പാട്ട് പാടാമോ? കീർത്തനം പാടാം. കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? സാധാ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് എന്തെങ്കിലും പാട്. ഇല്ല, അല്ലാത്തത് ഞാൻ പാടുള്ളൂ. കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കട്ടെ. വ്യത്യാസപ്പെട്ടിരിക്കട്ടെ. ഓക്കെ, പാട്. പാടട്ടെ. Hey, hey yo. Hey, look at me, please. അത് റിച്ച് ആണെന്ന് തോന്നട്ടാ. ബ്രോ, is that green screen? ഗ്രീൻ സ്ക്രീൻ ആണ്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് റിയൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, അത് ഗ്രീൻ സ്ക്രീൻ ഇട്ട് വെച്ചതാ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. എന്നാ പിന്നെ നമ്മുടെ പുറകിലും അങ്ങനെ ആക്കി കൂടെ? നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ. ഓ, ഗ്രീൻ സ്ക്രീൻ ഇട്ടിട്ട് അതിനകത്ത്. ഓക്കെ. ഓയ് ഓയ് ഭയ്യാ, ഇതൊന്നും മൊത്തം ഇന്ത്യക്കാർ മാത്രം വരുന്നത്. വേറെ രാജ്യം വെക്കാൻ പറ്റുമോ? വേറെ രാജ്യം വെക്കാൻ പറ്റും. ഏത് രാജ്യം വെക്കണ്ടേ പറ. നമുക്ക് എന്റെ കളറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വല്ല വെസ്റ്റ് ഇൻഡീസോ. കളറും നമ്മള് എന്താ പറയുന്നത് വെച്ചാ സ്വീഡൻ വെക്ക്. സ്വീഡൻ അങ്ങനെ നിങ്ങൾക്ക് അറിയാം. സ്വീഡനിൽ കൂടുതൽ നിങ്ങൾ ഇത് ഉപയോഗിക്കലുണ്ടല്ലേ? ഏയ്, ഞാനില്ല. ഞാൻ ജസ്റ്റ് നിന്നോടൊരു ഇങ്ങനെ സ്വീഡൻ വെക്കാന്ന കാര്യം ഗൂഗിൾ പേ. ഫ്രീക്ക് പെണ്ണെ, ഫ്രീക്ക് പെണ്ണെ, ഫ്രീക്ക് പെണ്ണെ. ഫ്രീക്ക് പെണ്ണെ. ഓ സോങ് ഫ്രീക്ക് പെണ്ണ ഇട്ട് കളിക്കാം. ഓക്കെ, ഫ്രീക്ക് പെണ്ണ.
ബിങ് ബിങ് ബോ ചിപ്പിങ് ചപ്പാത്തിയാ? അതെന്താ ചിപ്പിങ് ചപ്പാത്തി? ബിങ് ബിങ് ബോടാ, ബിങ് ബിങ് ബോടാ, ബിങ് ബിങ് ബോടാ. ഓക്കെ, അച്ഛനായിട്ട് റീലിട്. റീലിടാ. നിനക്ക് ബിങ് ബിങ് ബോയിൽ ഡാൻസ് കളിക്കാൻ നമുക്ക്. അഭിഷേകം അതെന്താ സംഭവം? ബിങ് ബിങ് ബോ അത് ഒരു പുതിയ ട്രെൻഡിങ് സോങ് ആണ്. ബിങ് ബിങ് ബോ അങ്ങനെ ബിങ് ബിങ് ബോ ആ സോങ് ഇല്ലേ? ഓ കളിക്ക बिंग बिंग बो छाती से बिंग बिंग बो അതല്ല ഒമേറ്റിയില് പെണ്ണ് നൈസാ. ഒമേറ്റിയില് ഗേൾസ് വന്നാൽ നല്ലതാ. വേറെ ഒന്നിച്ച് ഡാൻസ് കളിക്കാം. അവരും ഡാൻസ് കളിക്കാം. किसकी तेरी बहन चोद मैं तेरी बोला. മോനെ ഉമ്മാക്ക് വിളിച്ചല്ലേ? അല്ലല്ല, അവൻ ആരുടെയാണെന്ന സംശയം ചോദിച്ചതാ. ഇതാണ് ഇന്ത്യക്കാർ. ഓക്കെ, സ്വീഡൻ. Sarath donated 20 രൂപ through Google Pay. W അച്ചയൻ. W. അപ്പൊ ഈ നമ്മള് രാജ്യം കൊടുത്താലും രാജ്യം കൊടുത്താലും ഇന്ത്യ തന്നെ പിന്നെയും വന്നോണ്ട് അങ്ങനെയാ. പക്ഷെ നമുക്ക് വേണ്ടെന്ന് പറ. We want Sweden. വരുന്നില്ല വേറെ. നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യം ഇടാം. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. കസാക്കിസ്ഥാനോ? हेलो अंकल. हाय अंकल. तेरी तुमको मैं अंकल लगता है? साले तुमको अंकल लगता है? मैं अंकल എന്ന് വിളിച്ചടാ. ANUV donated 10 രൂപ through Google Pay. അച്ചയനെ കൊണ്ട് ലൈവ് റീൽ ചെയ്യിപ്പിക്കും. അയ്യോ അതൊന്നും പറ്റൂല. ഞാൻ കുറെ ട്രൈ ചെയ്യണം. ഇങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ നാട്ടിക്കരുത് കേട്ടോ. സീരിയസ്ലി എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി അവമാനിക്കരുത്. എന്തരടേ, നിനക്ക് വേറെ വേലകളൊന്നും ഇല്ലെന്നാണോ നീ ഓമേഗ ടിവിയിൽ വന്നിരിക്കണത്? ഇറങ്ങി പാടേ. हिंदी बोलो भाई, हिंदी की. अरे तुमको कोई दूसरा काम नहीं है? ऐसे बैठ रहे तुम? ये इंडिया ना, हमारे इंडिया ऐसा है. माँ की यार रानी. अरे मैं आपको कहीं देखा हूँ भाई, मोटू अंकल. आपको मैं कहीं देखा हूँ. मोटू अंकल को कहीं देखा है? तुम देखा होगा. किधर देखा? बता पहले. ബോംബെയിലെ ഡോൺ, മുംബൈ ഡോൺ. എനിക്ക് പിന്നിൽ അങ്ങനെ ഒരു പാസ്റ്റ് കൂടി ഉണ്ട് കുഞ്ഞെ. അജയ് റെഡ്ഡി donated 60 രൂപ through Google Pay. GTA करो. GTA कर रहा हूँ. आपको टीवी में कहीं ना कहीं देखा है आपको. मैं टीवी में कहीं ना कहीं देखा. सीरियसली थैंक यू ब्रो. थैंक यू. नाम बताओ ना. नाम बताओ. हट माँ की हट. क्यों, किस लिए यार? शादी कर रहा है. Badusha donated 10 രൂപ through Google Pay. W uncle. എന്റെ പൊന്നടാ, ഇവരൊക്കെ ഇതൊക്കെ കേൾക്കണുണ്ടോ ലൈവില്? എന്ത് കേൾക്കുന്നുണ്ടോ? അങ്കിൾ എന്ന് വിളിക്കണൊക്കെ എല്ലാം കാണാം. ഈ ഇവിടെ കാണുന്നതല്ല ലൈവിലും കാണും. ഡോണ്ട് ഡു ദാറ്റ്. ഇത്രയും നാട്ടിച്ചത് മതി. എന്നെ അങ്കിൾ എന്ന് വിളിക്കണതേ എനിക്ക് പ്രാന്ത. ഞാൻ ചെയ്യുന്നതല്ല, ഇവര് വന്ന് എന്നോട് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? നമുക്കില്ലേ
യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാ. ഏതാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കുന്നത്? ബിഹാരികളോ നിൽക്കുന്നു? ആ അതാ മൊത്തം ഇന്ത്യക്കാരതില്ല, അതാ സീന്. നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലാണ്ടേ ഇനി വേറെ വല്ല കസക്കിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ നോക്കും. അതെങ്കിലും വരുമോ നോക്കൂ. ഇന്ത്യ. ഇന്ത്യ അങ്ങ് ചീട്ട് കളിയാ. കസഖ്സ്ഥാൻ. ഷാംലാൻ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്ക്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ്ടേ നിനക്ക്? അതല്ല ഇവരിപ്പൊ പറഞ്ഞ അതല്ല, നിങ്ങളെ കൊണ്ട് GTA കൊണ്ടുപോയി GTA ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതെടുക്കുന്ന കാര്യമാണ് ഇവരിപ്പോ പറയുന്നത്. ഇതൊക്കെ എനിക്ക് ചുമ്മാ എന്റെ ലെഫ്റ്റ് ഹാൻഡ് കാര്യങ്ങളാണ്. നീ വേറെ എന്നെ കൊണ്ട് എന്റെ പൊന്ന് ചായ, നിങ്ങള് GTA വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ ഈ വർത്താനം പറയൂല കേട്ടാ. GTA എന്താ പ്രശ്നം? ചുറ്റിക്കറി കാണാൻ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇതൊന്ന് ഓടിച്ച് കാണിക്ക്. നിങ്ങൾ അത്രയും വലിയ ആശാൻ, ഡ്രൈവിംഗ് ആശാൻ എന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ GTA ഈ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്ക്. ഓടിച്ച് കാണിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. എന്ത് ഞാൻ ചിരിച്ചതാ. ഫാസിക് PK ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ ബോഡി ഗാർഡ്. അച്ഛൻ പൊടിയാണോ? അച്ഛനെല്ലാം ഫുൾ വലിയ ബിസിനസ് ആരാണ്. ഈ ചങ്ങായൊന്നും വരൂലടാ. ഞാൻ വരും. ഞാൻ നിനക്ക് വേണ്ടിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ വരും, ഡോണ്ട് വറി. സത്യമായിട്ടും ഞാൻ നിന്റെ ബോഡിയാണ്. വെറുതെ തള്ളുന്നതാണ് ഈ ചങ്ങായി, വെറുതെ തള്ളുന്നേ. ആരാ അത് പറഞ്ഞത്? അതൊരു നല്ലൊരു ആലോചനയാണല്ലോ. ഏതാനാ പറഞ്ഞത്? അച്ഛാ എനിക്ക് നല്ല ബോഡി ഗാർഡ്സ് ഉണ്ട്, തോക്കും പിടിച്ചിട്ടുണ്ട്. അല്ല അതൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങളെപ്പോ കണ്ട്? ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെപ്പോ കണ്ട്? ഞാൻ നീ നടക്കുന്നതിന്റെ 10-30 മീറ്റർ അകലത്തിൽ നടക്കുന്ന ആ വമ്പന്മാരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ എന്റെ കോപ്പ് വർത്താനം പറയണേ. ഞാൻ എറണാകുളം ടൗണിൽ കൂടെ നടക്കുമ്പോ ഞാൻ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? വീട്ടിയെ എല്ലാരും കേസ് പേ ചെയ്താ. നിങ്ങൾ എനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാന്ന് പറഞ്ഞില്ലേ, അത് മിസ്റ്റേക്ക് ആയി. അത് എല്ലാരും ഗേ ആയിട്ട് എടുക്കാം. എല്ലാരും കെ എന്ന് പറഞ്ഞ കേസ് പേ ചെയ്ത കുണ്ടന്റെ ഷോർട്ട് ഫോം ആണ് കെ. എല്ലാരും വന്ന് കേസ് പേ ചെയ്യുന്നത് കെ വരുന്ന. എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. കാര്യം ദേ ആർ ടോട്ടലി മിസ്റ്റേക്കൻ. ആ പച്ച സ്വിച്ച് വെക്കേ, പച്ച സ്വിച്ച്. അല്ല ഇപ്പൊ നമ്മുടെ ഈ ബാക്കിലുള്ള ഗ്രീനിന്റെ അവിടെ വേറെ ഇത് കിട്ടുമോ? വേറെ ഇത് ഇടാൻ പറ്റും. എന്താ? അല്ലല്ലോ, വേറെ കാണാൻ പറ്റുമോ ബാക്കില്? സീഡൻ ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസിനെ GTAയിൽ വിളിക്ക്. ഫസിയുണ്ട് GTA ഫസിയുണ്ട്. ഫസി GTA വരുമോ? Guys, we are gonna play GTA. Okay. എനിക്ക് റിയൽ ലൈഫില് ലൈസൻസ് എടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടാവും. ലൂപ്സ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായന്റെ പേസ് റിവീൽ ചെയ്യാൻ. അപ്പൊ ഞാൻ അത്ര നല്ല ഡ്രൈവറാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് എടുക്കാൻ പറ്റും? ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പെട്ടെന്ന് കിട്ടോ? നിന്റെ ഒരു പ്രത്യേക എബിലിറ്റി അത് ഞാൻ കണ്ടതല്ലേ. വണ്ടി അങ്ങോട്ട് തന്നിട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോ തന്നെ നീ അടിപൊളിയായിട്ട് ഓടിക്കാൻ തുടങ്ങി. സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചീത്ത വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ സീരിയസ്ലി ഞാനൊക്കെ എന്ന് പറഞ്ഞാല് 1 മാസം 2 മാസമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാ വണ്ടി നല്ലവണ്ണം ഓടിക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ നീ അത് അത്രയും പെട്ടെന്ന് കൃത്യമായിട്ട് ചെയ്തില്ലേ? എല്ലാവരും പറഞ്ഞ എനിക്ക് ഓൾറെഡി ഡ്രൈവിംഗ് അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ അഭിനയിച്ചാന്ന് പറയുന്നത് കുറെ ആള്. എനിക്ക് സീരിയസ്ലി അതിപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താവാനാ ആൾക്കാര്? അല്ല, ഇങ്ങനെ ഓരോ സിറ്റികളുണ്ട്. ഇപ്പൊ പറഞ്ഞത് വേറൊരു സിറ്റിയിലെ കാര്യമാണ്. ഇത് വേറൊരു സിറ്റി, ഇതാണ് വലിയ സിറ്റി. ഇങ്ങനെ ഒരു ഗെയിമിൽ ഓരോ സിറ്റി ഉണ്ടാവും, ഓരോ രാജ്യം ഉണ്ടാവും. ഇതാരാ WAND? ആരാ? വണ്ടയാ? വണ്ടർ ഗേളാ? ഓ പെണ്ണാ?
Okay. Let's go. ഷംനാഥ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ മുമ്പ്. എടാ ബായ് ബൂട്ടി ഇതെന്താണിത്? മര്യാദക്ക് സീരിയസ് ആയിട്ട് ഞാൻ സൂപ്പർ ചാറ്റ് ഓഫാക്കി. സൂപ്പർ ചാറ്റ് ഓഫാക്കി. മതി. കൊറേ സമയമായി വൃത്തിയോട് വന്നിട്ട് പറയും. മതി. ഇത്രയും മതി. അത്രയും മതി. കൊറേ സമയം അച്ചായന്റെ കുണ്ടി മണത്ത് നോക്കുന്നല്ല പറയുന്നത്. എന്തൊരു നാറികളാ വൃത്തിയായിട്ടാ മതി. എന്താ മുള്ളെന്താ? അച്ചായൻ പാവാന്നാരാ പറഞ്ഞത്? സെർവൈറ്റി. താങ്ക് യു മോനെ. മാത്രം ചെയ്യാവുള്ളൂ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അതാണ് ഗുഡ്. അത്ര മതി. അതല്ല മതി. എന്റെ വണ്ടിയും തന്നു, നിന്നെ വണ്ടി ഓടിക്കാനും പഠിപ്പിച്ചു. വണ്ടി പഠിപ്പിച്ചത് പറഞ്ഞല്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമ്പോ അത്രയും എന്നെ തുപ്പിയിട്ടുണ്ട്. ഇതില് ഈ GTL നിങ്ങൾ മര്യാദക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ പറയട്ടെ, നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് എടുത്ത് പോവും. മൊത്തം പഠിപ്പിച്ചിട്ട് എന്റെ വായന്ന് കേൾക്കേണ്ടി വരും. മര്യാദക്ക് ഡ്രൈവ് ചെയ്തില്ല എന്റെ വായന്ന് കേൾക്കേണ്ടി വരും. ഓക്കെ, മര്യാദക്ക് ഫുള്ള് പഠിച്ചിട്ട് പോയാൽ മതി. കേട്ടില്ല, എന്നെ അത്രയും തുപ്പിയതല്ല നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. അല്ല, ശരിക്കും പറഞ്ഞ മിസ്റ്റർ നിഹാദ്, ഞാൻ താങ്കളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് താങ്കളുടെ ലൈഫിന് ഒരു മുതൽക്കൂട്ടല്ലേ? ഞാൻ തുപ്പിയത് തന്റെ ഒരു ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടിട്ടല്ലേ, നല്ല രീതിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലാണ്ട് തന്നോട് എനിക്ക് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ. എന്തേലും ഒട്ടയായാലും നിങ്ങൾ ഇതൊന്ന് പിടിച്ചേ, ഷെയറിംഗ് ഒന്ന് പിടിച്ചേ. അല്ല, ശരിക്കും പറഞ്ഞാല് നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവണുണ്ടോ? മനസ്സിലായി. എന്തായാലും ഒട്ടയായാലും നിങ്ങളെ ഇന്ന് ഞാനുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഇന്ന് കൊന്നിട്ടേ വിടും. അല്ല, ശരിക്കും പറഞ്ഞാല് ഈ വണ്ടി നമുക്ക് അവിടെ ഇവിടെ തട്ടി ഇല്ല, തട്ടാൻ പറ്റില്ല. തട്ടിയ കേസാവും, ഗെയിമിൽ നിന്ന് പുറത്താവും. വണ്ടി തട്ടാണ്ട് ആളെ വേഗത്തൊന്നും തട്ടാൻ പറ്റില്ല. ഗെയിമിൽ നിന്ന് പുറത്തായ പിന്നെ നമുക്ക് ലൈവ് ഇൻഡസ് എടുക്കണ്ടല്ലോ. ഇതാരായി പോണേ? ഇതാണ് നമ്മള്. ഞാൻ എടുത്ത മൊത്തം പരിപാടി എക്സ്പ്ലെയിൻ ചെയ്തതാ. ഇതൊരു ഗെയിമാണ്. ഓക്കെ, GTA എന്ന് പറഞ്ഞൊരു ഗെയിം. ഓക്കെ, ഇതിൽ ഈ ആൾക്കാരെ കണ്ട, ഇതെല്ലാം നമ്മളെ പോലത്തെ ഓരോ പ്ലെയേഴ്സ് ആണ്. ഇതാണ് നമ്മളെ പ്ലെയർ. ഈ ചകിരി പോലത്തെ മേലെ കണ്ട, ഇതാണ് നമ്മളെ പ്ലെയർ. ഇതെല്ലാം ഓരോ പ്ലെയേഴ്സ് ആണ്. ഇതെല്ലാം ഇങ്ങനെ ഓരോ ആൾക്കാരായിരിക്കും. ഇവരെ അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഇതുണ്ട്, ഇതെല്ലാം നമ്മളെ പോലത്തെ ആൾക്കാരായിരിക്കും. ഇതൊരു പെണ്ണ്, ഇത് കൊറേ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ഉണ്ടാവും. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് മാറിയിരിക്കേ ലോട്ടെ. കണ്ട, ഇങ്ങനെ നമുക്ക് ആൾക്കാരോട് പോയി സംസാരിക്കാം. മൊത്തം ഇതാ, ഇങ്ങനെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരാൾക്ക് ഒരു വണ്ടി ഉണ്ടാവും, ഒരാൾക്ക് ഓരോ ജോലി ഉണ്ടാവും. ഇതാ, ഇവനെ കക്കൂസ ചെയ്യുന്ന പണിയായിരിക്കും. ഇവനെ കണ്ടാറിയ ഇവന് കക്കൂസ ചെയ്യുന്ന പണിയാണ്. പിന്നെ ഏതോ കക്കൂസ് വൃത്തിയാക്കുന്ന തൊഴിലാളിയാണ്. ഇതാ, പിന്നെ ഇത് ഈ പെണ്ണിനൊരു ജോലി ഉണ്ടാവും, ഇയാൾക്കൊരു ജോലി ഉണ്ടാവും. ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ വണ്ടി ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വാങ്ങാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് സാധാരണ നമുക്ക് ജോലിയെല്ലാം ചെയ്യില്ല, നമ്മൾ റിയൽ ലൈഫിൽ ജോലി ചെയ്യില്ലേ, അതുപോലെ ഈ ഗെയിമിൽ ഓരോ ജോലി എടുക്കാൻ പറ്റും. പോലീസുകാർ, ഫയർഫോഴ്സ്, കള്ളന്മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാ കച്ചവടക്കാരും എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കലാണ് ഈ ഗെയിം. മനസ്സിലായോ? ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് വള്ളി എടുക്കാതെ ഇപ്പൊ കുറെ ഒച്ചപ്പാടാകാനും വരുന്നുണ്ടോ? ഹലോ മോളോ, പേരെന്താ? കുട്ടാന്നാ? റൂബി എന്ത് ചെയ്യുന്നു? ഹലോ റൂബി, എന്ത് ചെയ്യുന്നു റൂബി? ഒരു മിനിറ്റ്. ഇവൻ അച്ഛനെ അങ്ങോട്ട് എന്തോ കൊടുത്തുടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. സ്റ്റിയറിംഗ് വീല് കാണാൻ തന്നെ കൊല്ലം കുറയായി മക്കളെ. അല്ല പിന്നെ ഈ വണ്ടി എടുത്താലോ? ആ വണ്ടി എടുക്കാം. ആ വണ്ടിയുടെ ടയർ എക്സ്ട്രാ രണ്ടെണ്ണമുണ്ടല്ലോ. അത് എടുത്തൊരു വലിയ ഗ്യാങ്ങാ, അവരോട് മുട്ടാകുന്ന സീനാവും. വേറെ വണ്ടി നോക്കാം. നീ കളറെല്ലാം മാറ്റിയോ? ഹലോ പേരെന്താ ബ്രോ? ഈ വണ്ടി വേണോ? എന്താ ഈ വണ്ടി വേണോ? ഏതാ ഈ വണ്ടിന്റെ പേരെന്താ? ഔഡി മച്ചാനെ. ഓടിയാ? ഹലോ, ഇതാരാ? ഫസിയ എന്റെ ഗേൾഫ്രണ്ടാ. നേരത്തെ വിളിച്ചില്ലേ? ഹലോ റൂബി,
റൂബിയൊന്നും ഇല്ല, റൂബിയിലെ പോയി. ഞാൻ വെറുതെ ചോദിച്ചതാ. റൂബിയിലെ പോയി. റൂബിയ ഒരു റൂബിയോ ഇല്ല. ഫസി ഇല്ല, അങ്ങനെ ഒരാളില്ല. ഇന്ന് വാ ഫസി, പോലെ ഫസി. ഒരു വണ്ടി വേണം, ഒരു വണ്ടി ഒപ്പിച്ചല്ലോ. അച്ഛനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാ. ഹലോ മോളു, അല്ല ഫസി മോളു, ഇന്ന് വാ. ഞാൻ എന്ത് ചെയ്ത്? അങ്ങനെ ഒരാളില്ല ഫസി. ഹലോ ബ്രോ. ഹലോ, ആ പറഞ്ഞോ ബ്രോ. നാനോ കിട്ടോ? നാനോ ഉണ്ടോന്നോ? ആരടുത്ത് നാനോ ഉണ്ടോന്ന്? നാനോ വണ്ടി എന്റെ ഇല്ല, ഇവിടെ സിറ്റിയിലും ഇല്ലോ. നാനോ ഇല്ല. നാനോ പോലത്തെ വണ്ടി വേറെ ഏത് വണ്ടി ഉണ്ടോ? വണ്ടി എങ്ങനെയായിരുന്നു എടുക്കുന്നത്? ആ ഇവിടെ. ഓക്കെ ഓക്കെ. അവിടെ ഏതാ? ഓ ഇതാ നിന്റെ വണ്ടി? തീട്ടക്കാറ മതി. തീട്ടം പറ്റിയ വണ്ടിയാ, നല്ല വണ്ടി എടുക്ക്. ഇങ്ങോട്ടോ ഞാൻ നല്ല വണ്ടി എടുത്തോ. ചേട്ടാ ഇവന് കൊടുക്കണ്ട. അയ്യോ ഇത്രയും പവറുള്ള വണ്ടി പറ്റൂല. ഒരാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാനാ. കുറച്ച് പവർ കുറഞ്ഞ വണ്ടി മതി. പവർ കുറഞ്ഞത് ഈ ജീപ്പ് ആരതാ? ഹലോ ചേട്ടാ, എന്റെ ഫ്രണ്ടിനെ വണ്ടി പഠിപ്പിക്കാനാ. ഒന്ന് വണ്ടി തരുമോ? ഓക്കെ താങ്ക് യു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും. ഇതന്നെ ഇതിലെന്നെ കളിക്കണം. ഞാൻ മറന്നു. ഓക്കെ. ഇത് റോൾസ് റോയ്സാ, മുട്ടാണ്ട് ഓടിക്കണം. ഓക്കെ ഇതാ ഇത്. ഓക്കെ ഇതാ പിടിച്ചോ. സ്റ്റാറിംഗിൽ കൈ വെക്ക്. കുറച്ച് ഇങ്ങോട്ടിരിക്കും, ഫ്രണ്ടിലേക്ക് ഇരിക്കും. ഇപ്പൊ എന്താ ചെയ്തേ? തൊട്. തൊട്ട് തൊയ്തോ, പ്രാർത്ഥിച്ചോ വേണമെങ്കിൽ. കാരണം റെഡിയല്ലേ? ഇത് ആക്സിലേറ്റർ, ആ ലെഫ്റ്റിലുള്ള ബ്രേക്ക്. ഇതിന് 2 എണ്ണേ ഉള്ളൂ. ഇതിന് 3ാമത്തെ ഇല്ല. അയ്യോ പോലെ വണ്ടി ഇടിക്കല്ലേ, റോൾസ് റോയ്സാ. ഇത് ഇടിച്ച ഓന് ഞാൻ വെച്ചു കൊടുക്കേണ്ട, ഒരു പൈസ കൊടുക്കേണ്ടി വരും. ഇല്ല റോൾസ് റോയ്സിൽ തന്നെ നിങ്ങൾ പഠിച്ചാ മതി കേട്ടാ. നിങ്ങൾ എന്നെ കൊറേ ഇത് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോവോ? ഇല്ല ഇത് ഞെക്കിയ വണ്ടി ഇടിക്കാൻ പറ്റില്ല. ഇടിക്കാണ്ട് നോക്കണം. ഓക്കെ വണ്ടി നല്ല ഫ്രഷ് ആയിട്ടേ ഇരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പുറത്തിറക്കി തരാം. ആദ്യം ലെഫ്റ്റിലേക്ക്, ആ റോഡിലേക്ക് എടുത്തോ വണ്ടി. മെല്ലെ ചവിട്ടി എടുത്തോ. ഫുൾ ചവിട്ടല്ലേ. അത് TV തന്നെ വണ്ടിയാണ്. അത് ഇടിച്ചാ ഇവിടെ കൊല നടക്കും, ഇവിടെ യുദ്ധം നടക്കും. തിരിക്കി. അങ്ങോട്ടേക്കോ, ലെഫ്റ്റിലേക്കോ. കൊറേ ലെഫ്റ്റിലേക്കോ അല്ലേ? ഓക്കെ. ചവിട്ടിക്കോ. ഇവിടുന്ന് മാറി ആ വണ്ടീന്റെ അടുത്ത് വെക്കല്ല, എനിക്ക് പേടിയാന്ന്. ഓക്കെ റൈറ്റിലേക്കോ. മെല്ലെ. ഇരിക്കല്ലേ, റോൾസ് റോയ്സ് ആണ്. നോക്കിട്ട് അച്ഛാ. മെല്ലെ. റൈറ്റ്. പോയിക്കോ. നേരെ പോയിക്കോ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തോ. നേരെ പോ. നേരെ നോക്കി വണ്ടി ഓടിക്ക്. മെല്ലെ തിരിക്ക്. ഓക്കെ ഇത് നേരെ. നേരോട്ട്. ആക്സിലേറ്റർ. നേരെ ലെഫ്റ്റ്. നേരെ പോയിക്കോ. മെല്ലെ. ബ്രേക്കിന്ന് കാലിളക്കി. ബ്രേക്കിലേക്ക് ചവിട്ടണം. അതിന് ആക്സിലേറ്റർ അങ്ങ് ചവിട്ടി പിടിച്ചോ. ഓക്കെ അല്ലേ? യെല്ലോ ലൈൻ ഇപ്പുറത്തേക്ക് വരട്ടെ. ഞാൻ ചവിട്ടിട്ടുണ്ടോ? നീ പേടിക്കണ്ട. ഞാൻ ചവിട്ടല്ലേ. എനിക്ക് സ്പീഡ് വേണ്ട. ഞാനന്ന് പഠിച്ചിട്ട് സ്പീഡ് വേണം. ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്ന അച്ചായ. അങ്ങോട്ട് ചവിട്ട്. അങ്ങോട്ട് ഇടിക്കല്ലേ. ഓടിച്ചോ. ഫ്രണ്ടിലേക്ക്. ഇതൊരുമാതിരി മനഃപൂർവ്വം നീ ഇടിക്കാൻ ഇല്ല. മെല്ലെ ഓടിച്ചാൽ മതി. മെല്ലെ സമയം എടുത്ത് ഓടിച്ചാൽ മതി.
ഓക്കെ റോൾസ് റോയ്സാ ഇടിച്ച പൈസ വെച്ചു കൊടുക്കേണ്ടി വരും. ആ ഓടിച്ചോ. ആ നേരെ ഫ്രണ്ടിലേക്ക് ഉള്ളിൽ നിന്നുള്ള ക്യാമറ ഇട്ട നശിപ്പിച്ച് വണ്ടി ഓടിക്കാറിയതാണോ? താരെ കേറുന്ന ഡ്രൈവറാണോ? വണ്ടി ചിരിക്കുന്ന എന്റെ റോൾസ് റോയ്സ് കൊണ്ട് അടിച്ചിട്ട് വണ്ടി ഓടിക്കാറിയില്ലേ? ഇടിച്ചില്ലടാ. എന്തിടിച്ചില്ല? 2 സ്ഥലത്ത് നോക്കട്ടെ എന്റെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാവട്ടെ. ഇടിച്ചില്ല. ആ ഇല്ല, ഡാമേജ് ഒന്നും ഇല്ലാത്തോണ്ട് ഭാഗ്യം. ഡാമേജ് എന്തെങ്കിലും ഡാമേജ് ആയ പൈസ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടാ. ബുദ്ധിയില്ല എനിക്ക്. പരിപാടി വേർക്കാൻ തുടങ്ങിയല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഓടിക്ക് ലെഫ്റ്റിലേക്ക്. അതോ എടുക്ക് ആ ക്യാമറ ഇട്ടായിരുന്നോ? ക്യാമറ അതാ ഇങ്ങനെ ഓടിക്കാൻ പറ്റേ? ആ ഓടിച്ചോ. ആ നേരെ ഇത് നേരെ. നേരെ വിട്ടോ. എന്നിട്ട് അടുത്ത റൈറ്റ്. ഈ റൈറ്റ് അല്ല, അടുത്ത റൈറ്റ്. സിഗ്നൽ ഉണ്ടല്ലോ. സിഗ്നൽ ഒന്നും ഇല്ല. ചോപ്പൊന്നും നോക്കണ്ട. ഇതെന്താ സിഗ്നലും നോക്കണ്ട, വിട്ടോ. പോലീസുകാരൻ സിഗ്നൽ നോക്കിയ വണ്ടി ഓടിക്കും. റൈറ്റ് ഇടിച്ച് നശിപ്പിച്ച് കളവൻ വണ്ടി ഓടിക്കാൻ ഇറങ്ങിന്. 50 വയസ്സായി ചങ്ങായിക്ക്. എന്റെ വണ്ടി ഓടിക്കാൻ ഇറങ്ങിന് കളവൻ. വണ്ടി ഓടിക്കാൻ അറിയില്ല. ഓടിക്കേ, നേരെ ഒന്ന് ഓടിക്കേ. ഇത് പ്രതികാരം തന്നെയാണ് കേട്ടോ. ഒരു പ്രതികാരമില്ല. ഞാൻ നിങ്ങളെ നല്ലതിന് വേണ്ട ഞാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചോട്ടെ ചോദിച്ചില്ല കേട്ടോ. മെല്ല റൈറ്റ്. ജംഗ്ഷനിൽ ജംഗ്ഷനിൽ എന്തിനാ നിർത്തുന്നത്? നേരെ വിട്. വേറെ വണ്ടിയൊന്നും ഇല്ല. ചവിട്ടി വിടാൻ അങ്ങോട്ട് റൈറ്റിലേക്ക്. റൈറ്റ്. ഇനി അടുത്ത ലെഫ്റ്റ് ആണ്. ഈ ലെഫ്റ്റ്. ഇവിടുത്തെ ലെഫ്റ്റ് ഉണ്ട് ഇവിടെ. അങ്ങോട്ടാ അച്ചായ എന്റെ വണ്ടി. അല്ല ഞാൻ എന്താ ചെയ്തിപ്പോ? നിങ്ങൾ ഏത് ഇതാ ചവിട്ടുന്ന? റിവേഴ്സ് അല്ല, ആക്സിലേറ്റർ ചവിട്ടിയതാ. തളർന്നല്ലേ? തളരണം. നിങ്ങളെല്ലാം എന്നെന്താ ചെയ്തേ? നിങ്ങൾ ഡ്രൈവിങ് പഠിപ്പിക്കാനും കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ എന്നെ തുപ്പിയില്ല നിങ്ങള്. ഇപ്പൊ മനസ്സിലായോ? പാട് മനസ്സിലായോ? GTA ഓടിക്കുന്നതിന്റെ പാട്. ഇതിൽ കുറച്ച് പാട്. അങ്ങനെ എന്നെ പഠിപ്പിച്ച ആശാന്റെ വാതി കണ്ടോ? ചത്തോലെ വെക്കണം. നീ ഇങ്ങനെ ഇടിച്ചാ ചാവണം. അതാണ് ഈ ഗെയിം. ഇത് റോൾ പ്ലേ. ഇത് RP റോൾ പ്ലേ എന്ന പേര്. അതായത് വണ്ടി ഇടിച്ച നമ്മൾ ആരെങ്കിലും തോക്ക് ചൂണ്ടി നമ്മള് ചാവുന്ന പോലെ അഭിനയിക്കണം. തോക്ക് ചൂണ്ടിയ കൈ വെക്കണം. മനസ്സിലായോ? അല്ല ഇപ്പൊ വെക്കണ്ട, തോക്ക് ചൂണ്ടിയാ. ഓക്കെ. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡ് എവിടെയൊക്കെ തട്ടിയേക്കണമെന്നൊന്ന് കാണാൻ പറ്റുമോ നമുക്ക്? വണ്ടിയുടെ പരുവെന്ന് കാണിച്ച്. അയ്യോ എടാ, ഞാൻ മുകളിലത്തെ ടോപ്പ് ഇങ്ങനെ മാറ്റാൻ പറ്റുമോ അതിന്റെ? പറ്റുമായിരിക്കും. കുറച്ച് വൃത്തികേട് മാറി കിട്ടും. എന്റെ വണ്ടി പരുവത്തിലാക്കിട്ട് പോട്ടെ. റൈറ്റ്. കളവ 66-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങിയത്. ഓടിക്കാനും അറിയില്ല. എന്നെ നോക്കല്ലേ, വണ്ടി ഓടിക്കും. മസനഗുഡി വഴി ഊട്ടിക്ക് പോയാലോടാ? പോയാലോ? അച്ചാനും ഞാനും മസനഗുഡി വഴി ഊട്ടിലേക്ക് പോട്ടെ. എന്താ പറയുന്നത്? ചാറ്റ് പറ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഹലോ. ഓക്കെ ഗൈസ്, നമ്മള് ലൈവ് എന്ത് ചെയ്ത് നമുക്ക് നാളെ കളിക്കാം.
ഇന്ന് ടൈം കുറയായി 12 മണിയായി. ഓക്കെ, നമുക്ക് നാളെ എൻലെസ് നൈറ്റ്മെയർ നാളെ കളിക്കാം. ഓക്കെ, അച്ഛൻ എന്തെങ്കിലും പറയണ്ട ഓഡിയൻസിനോട്? ഓഡിയൻസ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. എല്ലാരും ഡബ്ല്യു അച്ചായൻ. എന്തായാലും നിങ്ങളുടെ ഫാമിലിയിലേക്ക് എന്നെ കൂടി അങ്ങ് ഉൾപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലൈഫ് ഒന്ന് ചേഞ്ച് ആയി പോലെ തോന്നുന്നു. ഒരു സന്തോഷം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ് എവരിബഡി. നാളെ കാണാം എല്ലാവർക്കും നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ഒരു നല്ലൊരു ഗുഡ് നൈറ്റ്.